ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തദാസനും ഈ സെൻറ്ററിനും ചുമതലപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദിയും ചൊല്ലുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇന്നലെ ചിന്തിച്ചത് ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം, അതിൽ 4 പുസ്തകം യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പുസ്തകം യേശുക്രിസ്തുവിൻ്റെ ചരിത്രം. നല്ല ചരിത്രം, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, പറയാൻ കൊള്ളാവുന്ന ചരിത്രം. ഈ ചരിത്രം കേൾക്കുകയും പറയുകയും ചെയ്യുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യങ്ങൾ. ഇന്നലെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ നല്ല ചരിത്രം യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. അതാണ് സുവിശേഷം. ഇന്നലെ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. എന്താണ് സുവിശേഷം? അത് യേശുക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്താണ്? അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാണ്. ഒന്ന്, ഇരുട്ട് മാറും. കാരണം അവിടെ വായിക്കുന്നത് രാത്രിയിലെന്ന, ലൂക്കോസ് 2 ഒന്ന്, ഇരുട്ട് മാറും. 2, ജീവിതത്തിലെ ഭയം മാറിക്കിട്ടും. 3, ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ആ സന്തോഷം സങ്കീർത്തനക്കാരൻ 4:7 പറയും പോലെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. അതെങ്ങനെയൊക്കെ നമുക്ക് സ്വായത്തമാക്കാം. ഇന്നലെ നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, രക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷമാണ്. കാരാഗൃഹ പ്രമാണിയും കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. രക്ഷാനിർണയം പ്രാപിച്ചപ്പോൾ സന്തോഷമാണ്. നമുക്കിത് പ്രാപിച്ചിട്ടും വലിയ സന്തോഷമൊന്നുമില്ല. ഇപ്പം എന്തുവാ പ്രാപിച്ചെന്നുള്ളത് തന്നെ താൻ ശോധനയും ചെയ്തോണം. പ്രാപിച്ചെന്നാ പറയുന്നത് യാതൊരു സന്തോഷവുമില്ല, മുഖശോഭയൊന്നുമില്ല. ദൈവപ്രസാദം എൻ്റെ മുൻപിൽ തിളങ്ങിടുന്നു. ദൈവപ്രസാദം എൻ്റെ മുൻപിൽ തിളങ്ങിടുന്നു. ചൊല്ലാവതല്ല ഭാഗ്യമൻ പരമേശ, ചൊല്ലാവതല്ല ഭാഗ്യമൻ പരമേശ. പാടും നിനക്കു നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും. കേടാകറ്റും നമ്മമ്മ നീടാർന്ന നായക, കേടാകറ്റും നമ്മമ്മ നീടാർന്ന നായക, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. അപ്പൊ ശ്രദ്ധിക്കുക മോനെ, ഇതിന്റെ ശബ്ദം മേളിൽ നിൽക്കണേ. എൻ്റെ തൊണ്ട പോയി കിട, ബാക്കിയെല്ലാം താക്കണം. ഈ ഒരെണ്ണവേ മേളിൽ നിൽക്കാവൂ. എൻ്റെ തൊണ്ട പോയി കിടക്കുക. ഞാൻ അവർക്ക് വായിക്കാൻ കൊടുക്കുമ്പം അവരുടെ ശബ്ദം കൂട്ടിക്കണം കേട്ടോ. നീ കാല് വിറപ്പിച്ചൊക്കെ ഇരിക്കുന്നവള്ള. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. അതാ സന്തോഷം. രക്ഷിക്കപ്പെടുന്നതാ സന്തോഷം. ദൈവത്തിന് മഹത്വം. രക്ഷിക്കപ്പെടുന്നതാ സന്തോഷം. മാത്രമല്ല, സ്നാനപ്പെടുന്നത് സന്തോഷമാണ്. ഷണ്ണൻ സ്നാനപ്പെട്ടപ്പം നെഞ്ചത്തടിച്ചു പോയെന്നല്ല. ഇന്നലെ വായിച്ചത് ഒന്നുകൂടെ വായിച്ചു. 8:35 മുതൽ താഴോട്ട് വായിക്കുമ്പോഴല്ലയോ ഒടുവിൽ എഴുതിയേക്കുന്നേ. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. അടുത്തത്, ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. നെഞ്ചത്തലച്ചു പോയെന്നല്ല, സന്തോഷിച്ചുകൊണ്ട്. സ്നാനപ്പെട്ടതിൽ സന്തോഷിക്കുക. സ്നാനപ്പെട്ടവരെല്ലാം സന്തോഷിച്ചോണം. പെട്ടുപോയി, എന്നാ ചെയ്യാനാ? അപ്പോൾ സ്നാനം യേശുവിനോട് ചേരാനാ, യേശുവിനെ ധരിപ്പാൻ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അവിടുന്ന് മാതൃകയും കാണിച്ചു തന്നു. ആ സ്നാനം അനുഷ്ഠിക്കുന്നതും ആചരിക്കുന്നതും അത് ശുശ്രൂഷ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും
ആ സ്നാനപ്പെടുന്നതെല്ലാം വലിയ സന്തോഷമാണ്. എല്ലാവരും ആ സ്നാനപ്പെട്ട ടൈമൊക്കെ ഒന്ന് ഓർത്ത്. ഇപ്പം ആരും അറിയാതാ പോയി മുങ്ങുന്നത്. മുങ്ങിയ എവിടെയെങ്കിലും പോയി അങ്ങ് മുങ്ങുക. പണ്ടങ്ങനല്ല, തമ്പാറും ഒക്കെ അടിച്ച് വെള്ളമുള്ള സ്ഥലത്ത് നടത്തിക്കൊണ്ട്. കാരണം ശവടക്കുന്ന അങ്ങനെ ആണല്ലോ, ഇല്ലേ ചോദിച്ചാൽ. സ്തോത്രം. ആരും ഇവിടെ അറിയാതെ അടയ്ക്കേൻ്റെ കിടന്ന് ഉഴയുക. അല്ല എന്നെ പറയാതെ സ്തോത്രം. എങ്ങനെയാന്നൊക്കെ ആട്ടെ, എല്ലാവരും അറിയണം. പക്ഷെ ഇപ്പം തിരുവനന്തപുരം സൈഡിൽ നടന്നതുപോലെ മിക്ക സ്നാനവും മിക്കവാറും കലറ പൊളിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? ഇതെല്ലാവരും അറിയണം. യേശു സ്നാനപ്പെടാൻ നടന്നാ വന്നത്, എടുത്തോണ്ടല്ല വന്നത്. യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാൽ തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാൽ തന്നെ തുടർന്നു പോകുക. തന്നെ തടയുന്നില്ല സ്നാപകൻ താഴ്മയോടെ, തന്നെ തടയുന്നില്ല സ്നാപകൻ താഴ്മയോടെ. നിന്നാലീകൻ സ്നാനം വേണ്ടതായിരിക്കെ അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാ, ദൈവത്തിന്റെ നീതിയാ. അപ്പോൾ അവിടെ വായിക്കുന്നത് ഷണ്ണൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷിച്ചു പോയെന്ന. ഒന്നുകൂടെ ആ വാക്യം ദൈവദാസനെ വായിച്ച് സഹായിച്ചാട്ടെ. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അടുത്തത്, അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. സ്നാനപ്പെടുമ്പോ സന്തോഷമാണ്. പദം പിടിച്ച് ഉടക്കുണ്ടാക്കരുത്. അഭിഷേകം പ്രാപിക്കുന്നതും സന്തോഷമാണ്. വാക്കെടുത്തേച്ച് എൻ്റെ പള്ളക്ക് താങ്ങരുത്. അഭിഷേകം പ്രാപിക്കുന്നതും സന്തോഷമാണ്. ഇന്നലെ ഓർപ്പിച്ചില്ല, അപ്പല്ലോസ് കൊരിന്തി വന്നപ്പോൾ, അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. സ്നാനം ഏതായിരുന്നു? കാര്യങ്ങൾ പറഞ്ഞ് തെളിയിച്ച് ഉപദേശങ്ങൾ സ്ഥാപിച്ച് അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചവരെല്ലാവരും അഭിഷേകം പ്രാപിച്ചു. അന്യഭാഷകളിൽ സംസാരിച്ചു, പ്രവചിക്കുകയും ചെയ്തു. അന്യഭാഷയും പ്രവചനമൊക്കെ നിന്ന് പോയെന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട്, ഈ ഏരിയയിലും ഉണ്ട്. ഉടക്കുണ്ടാക്കണ്ട, നമ്മുടെ കൺവെൻഷൻ അല്ലയോ, എന്തിനാ? അവർക്ക് നിന്നായിരിക്കും. ഇതിപ്പോൾ ഒന്നും നിന്നിട്ടില്ല, നിൽക്കത്തുമില്ല. പിന്നെ കള്ളനാണയങ്ങളും ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ടാണ് ഇതുങ്ങൾ ഈ പറയുന്നത്. പ്രവചനവും നിന്നിട്ടില്ല, അന്യഭാഷയും നിന്നിട്ടില്ല, വ്യാഖ്യാനവും നിന്നിട്ടില്ല, ഭാഷാപരങ്ങളും നിന്നിട്ടില്ല, കൃപാവരങ്ങളും നിന്നിട്ടില്ല. ഇപ്പോൾ ഒന്നും നിൽക്കുകയില്ല. നിങ്ങളാരും നിർത്താൻ നോക്കുകയും വേണ്ട. ഇത് ദൈവം വെച്ച വ്യവസ്ഥകളാണ്. അപ്പോൾ ഇവരെ അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രവചിച്ചു. എല്ലാവരും കൂടെ ഒരു 12ഓളം പുരുഷന്മാരുണ്ടായിരുന്നു. ഇത് എഫെസോസിലെ സംഭവമാണല്ലോ. എഫേസ് ലേഖനം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഈ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചത് വലിയ സന്തോഷമാണ്. അപ്പൊ നമ്മുടെ സന്തോഷം ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം എന്ന് പറഞ്ഞാൽ രക്ഷാനിർണയം പ്രാപിക്കുമ്പോൾ സന്തോഷം, സ്നാനപ്പെടുമ്പോഴും സന്തോഷം, അഭിഷേകം പ്രാപിക്കുന്നതും സന്തോഷമാണ്. ചിലതുവരെ അഭിഷേകം പ്രാപിക്കാത്തതുകൊണ്ട് യാതൊരു സങ്കടവും അവർക്കില്ല. എനിക്കൊന്നും അവർ പ്രാപിക്കാത്തതിൽ സന്തോഷിക്കുക എന്ന് തോന്നുന്നു.
ചിലരോട് ചോദിക്കില്ല അഭിഷേകം പ്രാപിച്ചോണ്ട് ഇല്ല. എന്ത് സന്തോഷം. പണ്ടൊരുത്തരോട് ചോദിച്ചു അഭിഷേകം പ്രാപിച്ചോ, ശക്തിപ്പെട്ടെന്ന്. അത് നമ്പർ അടിച്ചപ്പോൾ ഉറങ്ങിയിരുന്നപ്പോൾ ഞെട്ടിയതാ, അഭിഷേകമൊന്നുമല്ല. അപ്പൊ ശ്രദ്ധിക്കുക, അഭിഷേകം പ്രാപിക്കുന്നത് സന്തോഷമാണ്. മാത്രമല്ല ഇന്നലെ നമ്മൾ നിർത്തിയത് ഇനിയുള്ളൊരു സന്തോഷമുണ്ട്. അത് എല്ലാവർക്കും ആ സന്തോഷം ഉണ്ടോ എന്നുള്ളത് തന്നെ താൻ ചോദന ചെയ്യണം. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിച്ചതിൽ സന്തോഷിച്ചു പോയെന്ന ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും അതുപോലെ തന്നെ മത നേതാക്കന്മാരുടെയൊക്കെ മുമ്പിൽ നിർത്തി ഈ നാമത്തിൽ മിണ്ടരുത്, യേശുവിൻ്റെ നാമം ഉച്ചരിക്കരുത്, ഇവരെ വളരെ അടിച്ച് ഉപദ്രവിച്ചു. ഒടുവിൽ അവരെ ന്യായാധിപ സംഘത്തിൽ കൊണ്ട് നിർത്തി അവൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവരെ ഉപദ്രവിച്ചു, ആക്ഷേപിച്ചു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് 40-ാം വാക്യം 5:40 മുതൽ വായിച്ചേ. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ച് ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്, യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു. അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായിട്ട് എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. അതാ നമ്മുടെ സന്തോഷം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയാം, അപമാനവും ആക്ഷേപവും നിന്ദയും പരിഹാസവും ഒക്കെ വരുമ്പോൾ നിരാശപ്പെടരുത്. സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളെപ്പറ്റി എല്ലാ തിന്മയും കളവായിട്ട് പറയുമ്പം ആ പറഞ്ഞവനെ പ്രാകണമെന്നല്ല, പിന്നെ സ്തോത്രം. സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാ. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. ഈ അപമാനവും നിന്നെ ആക്ഷേപവും ഒക്കെ കേൾക്കുമ്പോൾ എൻ്റെ അനുഭവമാണ്, ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. കരയത്തില്ല, ആരോടും ഒന്നും പറയത്തുമില്ല. ഒരു കുഞ്ഞുങ്ങളോട് പറയുകയില്ല, ആസ്വദിക്കും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആസ്വദിക്കും. അതിൻ്റെ കാരണം ഇത് പ്രതിഫലമുള്ള വിഷയമാണ്. സ്തോത്രം. പടികൾ അനവധി അടികൾ കൊണ്ടാലും വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും പടികൾ അനവധി അടികൾ കൊണ്ടാലും വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും നാടെല്ലാം നരരാഞ്ഞെടുക്കപ്പെട്ടാലും സഹിച്ചവനരികിൽ ചെല്ലാം, എല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം. യേശുവേ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവേ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. സ്തേഫാൻമേൽ വീണ കല്ലുകളോർത്തും ശിഷ്യന്മാർ സഹിച്ച തടവുകളോർത്തും, സ്തേഫാൻമേൽ വീണ കല്ലുകളോർത്തും ശിഷ്യന്മാർ സഹിച്ച തടവുകളോർത്തും വീണ കല്ലുകളോർത്തും ശിഷ്യന്മാർ സഹിച്ച തടവുകളോർത്തും നാശങ്ങൾ വന്നാലും പാചമായി എല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം, എല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം. യേശുവിൻ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവിനെ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. അപ്പൊ ശ്രദ്ധിക്കുക, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിച്ചത് കൊണ്ട് സന്തോഷിച്ചു പോയി. ഒന്നുകൂടെ ആ വാക്യം വായിച്ചങ്ങ് നിർത്തിയേക്കാം. വായിച്ചു. 40 മുതലല്ലേ വായിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി
അടുപ്പിച്ച് ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇതായിരിക്കണം ഒരു ദൈവവേദനന്റെ പ്രമാണം. അല്ലാതെ ആരെങ്കിലും നമ്മളെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ അവനെതിരെ കേസും കൊടുത്ത് ഉടനെ ആൾക്കാരെ കൂട്ടി പെറ്റീഷൻ എഴുതി അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് വക്കീലിനെയും കണ്ട് ഹൈക്കോർട്ടിലും കയറി നമുക്കെതിരെ കേസ് കൊടുത്താൽ നിയമം അനുസരിച്ച് നമ്മൾ പോകണം. അങ്ങനെയല്ലയോ എൻ്റെ നിയമം? കോടതിയെ ബഹുമാനിക്കണം, കോടതിയെ അനുസരിക്കണം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ നിയമ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നോക്കുള്ളൂ. എന്നാൽ നമ്മളായിട്ടൊരു മെനക്കേടിന് പോകരുതെന്നായി പറഞ്ഞു. നമുക്കുള്ള പ്രമാണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവ സ്വർഗത്തിലുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇങ്ങനെ അപമാനവും നിന്നെയൊക്കെ സഹിക്കുമ്പോൾ സന്തോഷിച്ചോണം. അതെല്ലാവരെയും കൊണ്ട് വന്നും ആരാ സന്തോഷിക്കുക? ദൈവത്തിന് മഹത്വം. സന്തോഷിക്കണം. ഞാൻ പല കാര്യവും അനുഭവത്തിൽ നിന്നായി പറയുന്നത്. അനുഭവത്തിൽ നിന്നാണല്ലോ കൂടുതലും പറയേണ്ടതും. സ്തോത്രം. അതെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ അപമാനം സഹിക്കാൻ അവർ സന്തോഷിച്ചു പോയി. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം കേട്ടാൽ, സുവിശേഷം എത്തിയാൽ 1 ഇരുട്ട് മാറും, 2 ഭയം മാറും, 3 സന്തോഷം ലഭിക്കും, 4 നമുക്കൊരു രക്ഷിതാവിനെ കിട്ടിയെന്നുള്ളതാണ്. ലൂക്കോസ് 2:8 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ ഒരു പദമുണ്ട്, രക്ഷിതാവിനെ നമുക്ക് ലഭിച്ചു. രക്ഷിതാവ് അങ്ങനെ എഴുതിയേക്കുന്നത്. ലൂക്കോസ് 2:8 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അന്ന് ആ പ്രദേശത്ത് മൊത്തം വായിക്കേണ്ട രക്ഷിതാവ്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായിട്ട് ഒരു രക്ഷിതാവിനെ ലഭിച്ചിരിക്കുക. അപ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ അത് വന്നതുകൊണ്ട് നമുക്കൊരു രക്ഷകനെ കിട്ടി. നിന്നെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്, നിന്നെ സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മെ പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആരുമില്ല, എല്ലാവരും കൈവിട്ടു, ഉപേക്ഷിച്ചു, എന്തിനാ ജീവിക്കുന്നത്? അങ്ങനൊന്നും ചിന്തിച്ച് ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി ഒരു നല്ല രക്ഷകനുണ്ട്. ഇന്ന് രാത്രിയിൽ ആ രക്ഷകൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ, മഹത്വരാജനായി നിന്നിലയ്ക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ, മഹത്വരാജനായി നിന്നിലയ്ക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ അഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ അകതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീൻ. പാപം പോക്കിടും, രോഗം നീക്കിടും. പാപം പോക്കിടും, രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ, മഹത്വരാജനായി നിന്നിലയ്ക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ, മഹത്വരാജനായി നിന്നിലയ്ക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു രക്ഷിതാവിനെ ലഭിച്ചു. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, സുവിശേഷം ലഭിച്ചത് കൊണ്ട്, സുവിശേഷം കിട്ടിയത് കൊണ്ട് ഇരുട്ട് മാറി, ഭയം മാറി, സന്തോഷം ലഭിച്ചു. നമുക്ക് ഒരു രക്ഷിതാവിനെയും കൂടെ ലഭിച്ചു. അതാണ് ഈ സുവിശേഷത്തിൻ്റെ വിശേഷത. ഇനി മുൻപോട്ട് പോകാം.
സുവിശേഷം കേട്ടാൽ, അനുസരിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല, നമുക്കറിയാമല്ലോ. മാനസാന്തരം മർക്കോസ് 1:14 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ മാനസാന്തരം. സുവിശേഷം കേട്ടാൽ, സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം മാനസാന്തരം. 2, സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. ഇന്നലെയും ആ ഭാഗം വായിച്ചതാ. പീലിപ്പോസും ഷണ്ണനും കൂടെ തിരുവെടുത്ത് ആധാരമാക്കി സുവിശേഷം പറഞ്ഞു. പീലിപ്പോച്ചൻ ഷണ്ണനോട് വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ സ്നാനപ്പെട്ടു. അപ്പം ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനപ്പെടും. ശരിക്കും സുവിശേഷം പറയുമ്പോൾ സ്നാനമുണ്ട്. യേശു 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 എന്ന് പറഞ്ഞ് ആൾക്കാരെ ഇട്ട് തുള്ളിച്ചാൽ പോരാ. എനിക്ക് എവിടെയാണെന്നൊരു കൺവെൻഷൻ എന്നപ്പോൾ ഒരു സഹോദരിയാ പറഞ്ഞ്, നിന്റെ യേശു, എൻ്റെ യേശു, നിന്റെ യേശു, പിന്നെ ഏതാണ്ടല്ല അങ്ങ്. യേശു ആരാ? അവിടുന്ന് രക്ഷിതാവാ. ആ രക്ഷിതാവിനെ പറ്റി നന്നായിട്ട് പറയുമ്പോൾ അതിനകത്ത് സ്നാനമുണ്ട്. സ്നാനം പറയണം. അതിന് സഭയൊന്നും നോക്കണ്ട, വ്യക്തികളെ നോക്കണ്ട, സംഘക്കാരെ ഒന്നും നോക്കണ്ട. ഈ സുവിശേഷം ശരിക്കും പറയണം. പീലിപ്പോസ് ഈ തിരുവെടുത്തിനെ അടിസ്ഥാനമാക്കി അങ്ങനെ എഴുതിയേക്കുന്നത് 35 അല്ലയോ? 35 വായിച്ച ഇന്നലെ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ. തിരുവെടുത്ത ആധാരം സഭയല്ല. സഭയ്ക്ക് ചില ഉപദേശങ്ങളുണ്ട്. ഏതാ? സഭയുടെ സംഘടനയുടെ ബയലോ എന്നല്ലേ പറയുന്നത്. ബയലോ വെച്ചാൽ ഒറ്റ ഒരുത്തിന് അതിനകത്ത് കയറുകയല്ല. ആര് കയറാനോ? ഒരു പൂഞ്ഞാൻ പോലും. കാരണം ബയലോ ഞാൻ സഹിതം ബയലോ വെക്കുന്നത് നമ്മുടെ ഇഷ്ടം നടക്കാൻ വേണ്ടിയാ. എൻ്റെ കാലശേഷം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പിള്ളേർക്കും അല്ലെ എന്നോട് ബന്ധപ്പെട്ടവർക്കും വേണം ഈ സഭ ഇരിക്കാൻ. ബിൽഡിങ്ങും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ആ ബയലോ വെച്ചാണ് നീയും നിന്റെ വെമ്പളയും ചേട്ടത്തിയും അല്ലെ അനിയത്തിയും അമ്മാച്ചനും കുടുംബക്കാരും അതല്ലേ പറഞ്ഞ്. അവർ കുടുംബക്കാരുടെ എല്ലാം കൂടെ സഭയാന്ന്. കാരണം പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, കുടഞ്ഞാലും കൊട്ടയ്ക്കകത്ത്. ബയലോ വെച്ച് നോക്കി അല്ല വിഷയം. നമ്മുടെ അടിസ്ഥാനം തിരുവെടുത്താ. അപ്പച്ചൻ ഇത് പറഞ്ഞു, അപ്പച്ചൻ പലതും പറഞ്ഞു, വെളിവില്ലാതെയും വെളിവോടെയും പറഞ്ഞു കാണും. അപ്പച്ചനല്ല വിഷയം, വചനമാ വിഷയം. തിരുവെടുത്ത് അടിസ്ഥാനമാക്കി. വചനമാണ് നമ്മുടെ അടിസ്ഥാനം. മോനെ അവിടെ അങ്ങിരിക്കേ, അവിടെ ഇരുന്നു. മാണിച്ചൻ്റെ ഇടയ്ക്ക് ഇരുന്നു. ഇനിയും വിടരുത് കേട്ടോ. അപ്പോൾ തിരുവെടുത്ത് അടിസ്ഥാനമാക്കി. ദൈവത്തിന്റെ മഹത്വം. ഒന്നുകൂടെ വായിച്ചോ ദൈവദാസനെ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. യേശുവിനെ പറ്റി പറയണം. ആ സുവിശേഷം അറിയിച്ച് രണ്ടുപേരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളമുള്ള സ്ഥലം. അപ്പൊ ഷണ്ണൻ പറഞ്ഞു വെള്ളം. അപ്പം സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. സ്നാനം നന്നായിട്ട് പറഞ്ഞത് കൊണ്ടാണല്ലോ വെള്ളമുള്ള സ്ഥലത്ത് വന്ന് പുള്ളി പറഞ്ഞ വെള്ളം വന്ന് വെള്ളം കണ്ടു. വിശ്വസിക്കുന്നു എങ്കിലാകാം മുക്കി. ഇപ്പൊ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ സ്നാനമുണ്ട്. ശരിയായിട്ട് സുവിശേഷം പറഞ്ഞാൽ മാനസാന്തരം. ശരിയായിട്ട് സുവിശേഷം പറഞ്ഞാൽ സ്നാനം. ഇതെല്ലാം ഇവിടെ നടക്കണം. ഇത് ഈ ശരിക്ക് വചനം പറഞ്ഞാൽ സുവിശേഷം അതാണല്ലോ വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമാ. ഈ വചനം ശരിക്ക് പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കും. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് പോയി. പുള്ളിക്ക് പോകാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാ. ഇച്ചിരി എന്തോ അതിന് പറയുന്ന ഭാഷ കിട്ടുന്നില്ല. എനിക്ക് ഈയിടെയായിട്ട് ഭാഷയും കിട്ടുന്നില്ല. പുള്ളിക്ക് അല്പ തലക്കനവും വെച്ചിരുത്തും അല്പ തണ്ടും കുങ്കുമൊക്കെ ഉള്ള ആളാ. അപ്പൊ അതുകൊണ്ട് പുള്ളി കൊർന്നല്യോസിന്റെ ജാതീയ പശ്ചാത്തലത്തിൽപ്പെട്ട ആളാ. പോകാൻ മടിക്കും, വിസമ്മതിക്കും. അതിന് ദൈവം തമ്പുരാൻ ഒരു ദർശനം കാണിച്ചു കൊടുത്തു. തുപ്പട്ടി സകല നാൽക്കാലിയും മൃഗങ്ങൾ ഇഴജാതിയുണ്ട് അറുത്ത് തിന്നാൻ. ഇത് എല്ലാം കൂടെ കണ്ടിച്ച് തിന്നുന്ന കാര്യമല്ല. ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത്. എന്തിനേറെ കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നു. പത്രോസ് പോയി. കൊർന്നല്യോസ് പറഞ്ഞു നീ വന്നത് ഉപകാരമായി, പറഞ്ഞാട്ടെ, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു.
അവിടെ വായിക്കുന്ന പത്രോസ് വാ തുറക്കണം. കൊരിന്ത്യരോടൊക്കെ പറഞ്ഞു, അല്ലയോ കൊരിന്ത്യരെ, എൻ്റെ വായ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്താൽ വാ തുറക്കുകയില്ല. വന്നപ്പം മുതൽ വായും പൂട്ടിയിരിക്കുക. ഇനിയും തുറക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ വായു വലിക്കുമ്പോഴാണ്. നന്നായിട്ട് തുറക്കും അന്നേരം വലിയ ഒന്നും തുറക്കുമല്ലോ, വലിയ കാര്യം. പത്രോസ് വാ തുറന്നു, ദൈവത്തിന്റെ വചനം പറഞ്ഞു. ധാരാളം പേരെ അവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. വാ തുറന്ന് വചനം പറഞ്ഞു. വചനം പറഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നത്, വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. 44 മുതൽ വായിച്ചേ, 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അനങ്ങാതിരുന്നോ മിണ്ടാതിരുന്നല്ല, പിന്നെയോ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. അന്യഭാഷ പറയുന്നത് മനുഷ്യരോട് ആരോടുമല്ല, ദൈവത്തോടാ. അത് നിന്നോട് പറയണമെന്നൊന്നും പുസ്തകത്തിൽ വാക്യമില്ല. സ്തോത്രം. അച്ചായനോട് അന്യഭാഷ പറയണം, അച്ചായനോട് വേറെ ഭാഷ പറയുന്നുണ്ട് ആൾക്കാർ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, ദൈവത്തോടാ. വിലക്കരുത്. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക, തനിക്ക് തന്നെ ആത്മീക വർധനയും വരുത്തുക. ആട്ടെ, അത് നിന്നിട്ടില്ല കേട്ടോ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ഇവര് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ശരിക്ക് സുവിശേഷം കേട്ടാൽ പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കും. ദൈവത്തിന് മഹത്വം, അതാ സുവിശേഷത്തിൻ്റെ വിശേഷത. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പണ്ട് രണ്ട് സായിപ്പന്മാർ നാട്ടിൽ വന്നു. അപ്പം അതിലൊരു സായിപ്പ് ഒത്തിരി പേരെ രക്ഷിക്കപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ വേറൊരു സായിപ്പ് വന്നു. അദ്ദേഹത്തിൻ്റെ പേര് കുക്ക് സായിപ്പ് എന്ന, RF കുക്ക്. എൻ്റെ റോബർട്ട് ഫെലിക്സ് കുക്ക്, RF കുക്ക്. അപ്പം അദ്ദേഹവും കുമ്പനാട് സൈഡ് വന്നപ്പോൾ അതിന് മുമ്പേ വന്ന ഒരു ബഹുമാന്യ സായിപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം മുഖാന്തരം ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് നോയൽ സായിപ്പാന്നാണ് പറയുന്നത്. അപ്പോൾ നോയൽ സായിപ്പും പിന്നെ പുറകെ വന്ന കുക്ക് സായിപ്പും. അപ്പോൾ ഈ ആദ്യം രക്ഷിക്കപ്പെട്ട കുറേ ആൾക്കാർ കുക്ക് സായിപ്പ് വന്ന് യോഗം നടത്തിയപ്പോൾ അവർ യോഗത്തിന് വന്ന് അഭിഷേകം പ്രാപിച്ചു. അപ്പം ഇത് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ അപ്പുറത്തോട്ട് പോയില്ല, ഇങ്ങോട്ട് വന്നു. അപ്പം മറ്റേ പുള്ളിക്ക് സങ്കടം കൊണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് മീനിനും നേടി, അതൊരു കൊക്ക് വന്നു കൊത്തിക്കൊണ്ട്, RF കുക്ക് വന്നെന്നുള്ളതിനാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് മീനെ പിടിച്ചു, അതൊരു കൊക്ക് വന്ന് അപ്പൊ ശരിക്ക് അഭിഷേകം പ്രാപിച്ചാൽ, സുവിശേഷം പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കും. ഇതാരുടെയും കുത്തകയല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പെന്തിക്കോസുകാരുടെ കുടുംബസ്വത്തൊന്നുമല്ല, പാസ്റ്റർമാരും കൊടുക്കുന്നതല്ല. അങ്ങനെയൊക്കെ കൊടുക്കുന്നവർ പ്രാവശ്യമായിട്ട് ആ തലയ്ക്കടിച്ചു, പിന്നെ ഗത്യന്തരമില്ല. അവന് അതൊന്നും അഭിഷേകമല്ല. അവൻ്റെ ഉച്ചി വേദനിച്ചിട്ട് അവൻ എപ്രാളം കയറിയാണ്ട് പറഞ്ഞതാ. അതൊന്നും അല്ല അഭിഷേകം. ദൈവത്തിൻ്റെ മഹത്വം. പണ്ട് എനിക്കൊരു അച്ചാനുണ്ടായിരുന്നു, ചെന്നാട്ട് ജോർജാൻ, പഴയ ബ്രദർകാരൻ, ചെങ്ങന്നൂർ ചെന്നാട്ട് ജോർജ്. നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിങ്ങളുടെ അവിടുത്തെ വെട്ടിയാറ് വേവിച്ചാൻ്റെ പെങ്ങളാ, എന്നാ കൊച്ചമ്മ. അപ്പം ആ വീട്ടിൽ ധാരാളം പോയിട്ടുണ്ട്. എന്നെ വലിയ ബഹുമാനവും കാര്യവും ആദരവും, ഒരു സുവിശേഷകൻ എന്നുള്ള നില മാത്രമല്ല, ഒരു മോനെ പോലെ കരുതുന്നത്. നല്ല മനുഷ്യനായി ചെന്നാട്ട ജോർജാൻ. അപ്പം ജോർജാൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അപ്പം എന്നോട് വലിയ സ്നേഹമാണ്. അപ്പം എന്നോട് പറഞ്ഞു, അനീഷ ഇവിടെ എന്തുവായി കാണിക്കുന്നത്? പുള്ളിയുടെ ശൈലിയാണ്. എന്തോ ഞാൻ ചോദിച്ചു, എന്നാ ജോർജ്? ഒരാടെ പേര് പറഞ്ഞേച്ചാ ഞാൻ പേര് മാറ്റി പറയും, കാരണം എന്തിനാ വെറുതെ ഒരു അലോഗ്യം ഉണ്ടാക്കുന്നത്. ഈ ബേബി ആയിക്കോ എന്ന് പറയുമ്പം ഈ മോളിയും കൊച്ചുമോളിയും എല്ലാം കിടന്ന് ചാടും. ബേബി കൈ കമത്തുമ്പം നിൽക്കും. ഇതെന്തോ ആത്മാവാ? ഇതാണോ ആത്മാവ്? എന്നോട് ചോദിച്ചതാ. ആയിക്കോ എന്ന് പറയുമ്പോൾ എല്ലാം കിടന്ന് ചാടും. കൈ കമത്തുമ്പോൾ എല്ലാം കൈക്കകത്താന്നോ ആത്മാവ്? പുള്ളിയുടെ ഭാഷ്യമാണ്. ഇത് ആരുടെയും കൈക്കകത്തും ആരുടെയും കുത്തകയും ഒരു സഭയുടെയും കുത്തകയല്ല. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. നീ ഉടക്കുണ്ടാക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടമാനം കണ്ണിക്കാതെ. ഗുരു ശിഷ്യനും അങ്ങ് കണ്ണനുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ശിഷ്യൻ അവിടെ കണ്ണിക്കുമ്പം ഗുരു ഇപ്പറ കണ്ണിക്കും. ഗുരു
ആറാട്ടുപുഴ കണ്ണിക്കുമ്പോൾ ശിഷ്യൻ പൂവത്തൂര് കണ്ണിക്കും. പിറ്റേന്ന് ഗുരു വന്ന് പൂവത്തൂര് കണ്ണിക്കുമ്പോൾ ശിഷ്യൻ പോയി ആറാട്ടുപുഴ കണ്ണിക്കും. മാറി മാറി കണ്ണന്. രണ്ടുപേരും തോക്കുന്നുമില്ല, രണ്ടുപേരും ജയിക്കുന്നുമില്ല. എന്നും കണ്ണനമാണ്. ഒരാൾ നിന്നെന്നും ഒരാൾ നിന്നില്ലെന്നും. അവസാനം എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ പഴയ ആൾക്കാർ പറഞ്ഞുള്ള ബഹുമാനപ്പെട്ട മൺമറഞ്ഞ KG തോമാച്ചാനാന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു പോലും നിർത്ത്, മതി മതിയെന്ന് പറഞ്ഞു, നിർത്ത്. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മതി. ഇത് നമ്മൾ കണ്ണിക്കാൻ നോക്കിയാലോ നമ്മൾ സ്ഥാപിക്കാൻ നോക്കിയാൽ ഉള്ളതല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ഞാൻ നിങ്ങൾ എവിടെ നിന്നൊരു വാക്യമെടുത്ത് അതിൻ്റെ ഗ്രീക്കും ഹീബ്രുവും ഒക്കെ അങ്ങോട്ട് പിരിച്ചെഴുതിയാലൊന്നും നിൽക്കുന്നതും അവൻ തരുന്നതുമല്ല. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദിയൊന്നും അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങി പോകത്തില്ല. ഞാൻ വചനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ പറയാ, പരിശുദ്ധാത്മ നിറവിൽ അന്യഭാഷ പറഞ്ഞ് ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഉള്ള സ്ഥലങ്ങളിൽ ഒരു ദുഷ്ടശക്തിയും തൊടുകയല്ല. സാത്താന്യ കെട്ടുകൾ പൊട്ടും, ആഭിചാരത്തിന്റെ ശക്തികൾ അടിയും, അന്ധകാരത്തിന്റെ ശക്തികൾ അടിഞ്ഞു മാറും. സാത്താന്റെ കെട്ടുകളെ പൊട്ടിക്കാനാ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ആത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല പൈശാചിക ബന്ധനങ്ങളും അടിഞ്ഞു മാറും. പ്രൈസ് ദി ലോർഡ്. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എത്രയെത്ര നിങ്ങൾ എന്നേക്കാൾ ശ്രേഷ്ഠരായ അനുഭവ സമ്പത്തുള്ളവരായി വിടിരിക്കുന്നവരൊക്കെ, ഭൂതം പിടിച്ചവനും രോഗം പിടിച്ചവനും മാറാവ്യാധി പിടിച്ചവനും കുടുംബത്തിൽ ഗതിയും ഗത്യന്തരമില്ലാതെ പൈശാചിക ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടന്ന എത്ര കുടുംബങ്ങളാ. ആ കുടുംബങ്ങളിൽ ഞങ്ങളെ കാണാനൊന്നും വലിയ ചെതവും ചെമ്മാന്തരവും ഒന്നുമില്ല, വലിയ കുടുംബശ്രേഷ്ഠതയൊന്നുമില്ല, കാണാൻ വലിയ എന്തുവാ ഫിഗറും ഒന്നും തെറ്റിയോ ഒന്നുമില്ല, വിദ്യാനിപുണതയൊന്നുമില്ല, കാഴ്ചക്കൊക്കെ വലിയ മോശമായ വർത്തമാനം പറയാനും ഒന്നും ശരിക്കും അറിയത്തില്ല. ദൈവത്തിന് മഹത്വം. ശ്രേഷ്ഠതയൊന്നും പറയാനില്ല. പക്ഷേ ഇങ്ങനെയുള്ള ബന്ധനങ്ങളും പോരാട്ടങ്ങളുമുള്ള കുടുംബങ്ങളിൽ പാവം പിടിച്ച ദൈവമക്കൾ അങ്ങോട്ട് ചെന്ന്, എൻ്റെ ഭാഷയാണ്, ഒരു പഴയ തമ്പേറുമൊക്കെ ആയിട്ട് ചെന്ന് ചിലപ്പം പായൊന്നും കാണുകയില്ല, ചണച്ചാക്കായിരിക്കും. ചണച്ചാക്ക് വിരിച്ച് അതിൻ്റെ മുകളിലോട്ട് മുട്ടയിലൊന്ന് ഇരുന്ന് സ്തോത്രത്തിലൊന്ന് ജാഗരിച്ച്, എൻ്റെ ഭാഷയാണ്, 2 ശീല പാട്ടുമൊക്കെ ഒന്ന് പാടി ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ച്, പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല കെട്ടും പൊട്ടും. അത് പൊട്ടിയത് അനുഭവിച്ചവരുണ്ട്, ഇപ്പോഴും അത് അനുഭവിക്കുന്നവരുണ്ട്. സാത്താന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച 100 കണക്കിന് 1000 കണക്കിന് ദൈവമക്കൾ ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശരിക്കും സുവിശേഷം പറഞ്ഞാൽ ആമേൻ, അഭിഷേകം പ്രാപിക്കണം. കേട്ടിട്ടുണ്ട്, കേട്ടിട്ടേ ഉള്ളേ, കണ്ടിട്ടില്ല. സാറപ്പച്ചന് ആന്ന് പറയുന്നത്, സ്റ്റേജിലിരിക്കുമ്പോൾ ഒരുത്തൻ കുമ്പനാട്ട് പന്തലിൻ്റെ കാല് താക്കുന്നു. പുള്ളി വയ്യാത്ത സമയമായി. അപ്പോൾ ഒരുത്തൻ, നിങ്ങളും കേട്ടിട്ടുള്ളത്, ഒന്നുകൂടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ, കാല് താക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കൈ അടിച്ചെന്നാ പറയുന്നത്. ഇനി വരാൻ പറഞ്ഞു. അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, പേരെന്തുവാ? പേരിന് എവിടാ വീട്? രക്ഷിക്കപ്പെട്ടതാണോ? അതെ. സ്നാനപ്പെട്ടതാണോ? അതെ. അഭിഷേകം പ്രാപിച്ചതാണോ? ഇല്ല. എന്നാൽ കാലവിടെ ഇട്ടേച്ചേ ചാപ്പലിലോട്ട് പോകാൻ പറഞ്ഞു. ചാപ്പലിനകത്ത് ആത്മാവിരിക്കുന്നതല്ല, അവിടെ തമ്പേറുമുണ്ട്, ആളുമുണ്ട്. അവിടെ പോയിരുന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കണം. അപ്പം ദൈവം നിറയ്ക്ക് വന്ന് അഭിഷേകം പ്രാപിച്ചിട്ട് മതി പന്തലിൻ്റെ. ഇന്ന് അഭിഷേകം കണ്ടമാനം കൂടിയിട്ട് പന്തലിൻ്റെ കാലെടുത്ത് അടിക്കുന്നത്. അതുപോലെ അഭിഷേകമായി. ഞാൻ തമാശ പറഞ്ഞതല്ല. അഭിഷേകം അങ്ങോട്ട് കൂടിയിട്ട് കാലെടുത്ത് കൂടെ ഉള്ളവനിട്ട് അടിച്ചവനെ താഴെ ഇടുക. അത്രയ്ക്ക് അഭിഷേകമായി. ഇടയ്ക്ക് വാക്യവും യഹോവയുടെ കൈ ആട്ടെ. അങ്ങനത്തെ ഒരു കാലത്തിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത്. ആ അഭിഷേകം ദൈവത്തിൻ്റെതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്ക് സുവിശേഷം കേട്ടാൽ മാനസാന്തരപ്പെടും, സ്നാനപ്പെടും, അഭിഷേകം പ്രാപിക്കും. ഇനി ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് വേർപാടിൻ്റെ ഉപദേശമുണ്ട്. വേർപാടിൻ്റെ ഉപദേശമുണ്ട്. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ വേർപാട് പറയണം. ഇന്ന് അത് മാത്രം പറയുന്നില്ല. സുവിശേഷം എല്ലാവരും പറയുന്നുണ്ട്, പറയണം. സുവിശേഷത്തിനകത്ത് വേർപാടുണ്ട്. വക്രതയും കോട്ടവുമുള്ള തലമുറ
അതിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ വേർപെട്ടിരിക്കണം. കർക്കശമായി വേർപാട് പറയണം. ലോകക്കാർ ചെയ്യും പോലെ, ലോകക്കാർ നടക്കും പോലെ അവർ കാട്ടുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കാനും കാട്ടാനും ചെയ്യാനും ഈ വിധത്തിൽ അനുഭവമുള്ള ദൈവമക്കൾക്ക് പ്രമാണമില്ലെന്ന്. അവർ ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യാനും പിന്നെ അവർ നമ്മളുമായിട്ട് എന്തോ വ്യത്യാസം. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. 2 രാജാക്കന്മാർ തമ്മിൽ ബന്ധത കൂടി വെച്ചൊരു ബന്ധുക്കാരനെ കാണാൻ ചെന്നപ്പോൾ മറ്റേ ബന്ധുക്കാരൻ ചോദിച്ചു, ഞങ്ങൾ ശമരിയിലോട്ട് പോകാൻ ഞങ്ങളുടെ കൂടെ വരുന്നു. ശാപ്പാട് കൊടുത്താ ചോദിച്ചത്. കണക്കിന് കൊടുത്തു, മട്ടനുമൊക്കെ. പുളി കിട്ടിയതല്ലെന്നോർത്ത് മട്ടൻ വെട്ടി അടിച്ചു പെരുത്ത് കഴിഞ്ഞപ്പോൾ മറ്റേ പുളി ചോദിച്ചു, ഞങ്ങൾ ശമരിയിൽ രാമത്ത് വരുന്നു എന്ന്. കണ്ടവാനമൊക്കെ കഴിക്കുമ്പോൾ ഓർത്താണ് അതിൻ്റെ പിമ്പിൽ എന്തെങ്കിലുമൊക്കെ കാണും. കഴിക്കും മാസ്റ്ററെ, ആ കരിമീനും കൂടെ അങ്ങോട്ട്, കരിമീനൊക്കെ തന്നു വെച്ച് നല്ല സഭയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. കൊണ്ട് കൊടുത്ത അപ്പച്ചനൊരു സന്തോഷം, കൈകൂലിയാ. എന്നാലും കൈകൂലി എന്ന് പറയത്തില്ല, സന്തോഷം. കാരണം അപ്പച്ചൻ സന്തോഷം ഇല്ലാതിരിക്കുക. ഞങ്ങളുടെ ഒരാളോട് എപ്പോൾ ചോദിച്ചാലും എന്തുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം വേറൊരു അച്ചായൻ പറഞ്ഞു, അവനെ അങ്ങോട്ട് മാറ്റി നിർത്തിച്ച് ഒന്ന് കൊടുക്കണേ, നിനക്ക് എപ്പോഴും അങ്ങ് സന്തോഷം, ഒരു ദുഃഖവും കൂടി ഇരിക്കട്ടെ. പുള്ളിയുടെ ഭാഷയാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, കൈയൊക്കെ വെടിപ്പായിരിക്കണം, വേർപാടിൻ്റെ ഉപദേശം പറയണം. ഈ രാജാക്കന്മാർ തമ്മിൽ കൂടിയപ്പോൾ ചോദിച്ചു, ഞങ്ങൾ അങ്ങോട്ട് പോവാ, വരുന്നോന്നോ? ഉടനെ പുള്ളി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, വരുന്നോന്നോ? ഞാനും നീയും നിന്റെ ജനവും എൻ്റെ ജനവും ഒരുപോലെ ഇരിക്കുന്നു, എന്താ വ്യത്യാസം? ഒരു വേർപാടുമില്ല. എടുത്തെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചേ. 18:1 മുതൽ വായിച്ചു. 18:1 മുതൽ വായിച്ചു. 18:1 മുതൽ വായിച്ചു. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നവൻ ആഹാബുമായിട്ട് സംബന്ധം കൂടി. ചില സംവത്സരം കഴിച്ച എന്ന് പറഞ്ഞാൽ യഹോശാഫാത്തിന്റെ മോന് യഹോരാമിനെ കൊണ്ട് ആഹാബിന്റെ മോള് അഥല്യയെ കെട്ടിച്ചു. ഇത് ദൈവകൃപയൊന്നും നോക്കി കെട്ടിച്ചതല്ല, കാശ് നോക്കി കെട്ടിച്ചതാ. ധനവും മാനവും നല്ല സ്റ്റാൻഡേർഡും കാശും അതാണല്ലോ. ഈ നമ്മൾ പെന്തിക്കോസുകാർ സഹിതം പറയും, പാസ്റ്ററെ ഒരു പെങ്കൊച്ചിനെ വേണം മോന്. ഞങ്ങൾക്ക് ഒന്നും വിഷയമല്ല, ദൈവകൃപയുള്ള ഒരു ചുമ്മാ പറയാനതാ, വെറുതെ പറയാനതാ. 99% കള്ളം പറയുന്നത്. ഇവർക്ക് ദൈവകൃപയൊന്നും അല്ല വിഷയം. എന്നാൽ നമ്മൾ പറയാം, എന്നാൽ ഒരു പെങ്കൊച്ചുണ്ട്, നല്ല ദൈവകൃപയാ, പൈസ ഒന്നും കിട്ടുകയല്ലോ, ഒന്നും തരികയല്ലേ? ഇല്ല, ഒന്നുമില്ല. ചെലവിന് നമ്മൾ അങ്ങോട്ട് കൃപയുണ്ട്, അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അന്നേരം അറിയാം കളി. പിന്നെ വലിയ വലിയ വിദ്വാന്മാർ പറയും, ഞങ്ങൾ ഇന്ന് വരെ എൻ്റെ 3 ആൺപിള്ളേർക്ക് പെണ്ണിനെ എടുത്തു, സ്ത്രീധനം ചോദിച്ചു. നല്ല ഇടത്ത് എന്നാ ആലോചിച്ചേക്കുന്നത്. ചോദിക്കുന്ന നീ പൊട്ടനാ. കാരണം അവിടെ നിന്ന് നല്ല അടിയെ പിടിതെടുക്കാനുള്ളത് അവിടെ മിണ്ടുന്നില്ലല്ലോ. നീ എന്തിനാ ഇരിക്കുന്ന കല്യാണം കഴിക്കാത്തത്? ചില വലിയ വലിയ ബുദ്ധിമാന്മാർ പറഞ്ഞ പാസ്റ്റർമാരും ചില പറയും, എൻ്റെ മോന് ഞാൻ കല്യാണം ആലോചിച്ചിട്ട് സ്ത്രീധനം ഒന്നും, കാരണം ഒറ്റ പെണ്ണേ ഉള്ളൂ, അവനറിയാം ഇത് മുഴുവൻ. അതുകൊണ്ട് വലിയ ഗീർവാണോ ഒന്നും പറയണ്ട. ഇന്നലെ പറഞ്ഞ പോലെ എല്ലാ ചരിത്രവും എല്ലാവരുടെയും ചരിത്രവും. അപ്പൊ ഇത് കാശും പുത്തനും ഒക്കെ നോക്കി കെട്ടിച്ചതാ. ബുദ്ധിയുള്ളവർ ചോദിക്കുകയല്ല. അല്ല, സ്ത്രീധനം ചോദിക്കുന്നത് തെറ്റാ. ഗവൺമെന്റ് അന്നേരം അറസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ സ്ത്രീധനമൊന്നും ആരും പറയുന്നില്ല. ഒരു സന്തോഷം, ഇപ്പോഴും അങ്ങ് സന്തോഷമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞേ, ഇവര് തമ്മിൽ ബന്ധത കൂടി. യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഹാബിന്റെ മോൾ അഥല്യയെ കെട്ടിച്ചു. ഇത് കാശും പൊസിഷനും ഒക്കെ നോക്കിക്കട്ടെ. 2 റോയൽ ഫാമിലി അല്ലേ? പക്ഷെ ബന്ധത കൂടാൻ പ്രമാണമില്ല. ആഹാബ് ഇസ്രായേലിലെ രാജാവാ, യഹോശാഫാത്ത് യഹൂദയിലെയാ, തെക്കേ രാജ്യത്തെയാ. ഇവിടെ ദൈവാലയമുണ്ട്, ആരാധനയുണ്ട്, മഹാപുരോഹിതനുണ്ട്, പുരോഹിതന്മാരുണ്ട്, യാഗമുണ്ട്, തേജസ്സുണ്ട്, പെട്ടകമുണ്ട്, ഇതെല്ലാം ഇവിടെയുണ്ട്. അവിടെ ഇതൊന്നുമില്ല. അവിടെ ദാനിലും ബദലും 2 കാളക്കുട്ടി ഉണ്ടാക്കി. കണ്ട പച്ചമരത്തിന്റെ കീഴിലുള്ള സ്തംഭവും സ്തൂപവും ബിംബവും ഹാമച്ചൂലേക്കും അശേരയ്ക്കും എന്ന് വേണ്ട വയ്യാവേലി മുഴുവനുള്ളിടത്തായി പുള്ളി ബന്ധത. തന്നെയല്ലേ തള്ളയാന്നെ കൂടോത്രക്കാരിയാ. ആരാ? ബന്ധുക്കാരി ഇസബേല്. സീദോന്യ രാജാവാക്കുന്ന ഇക്ബാലിന്റെ പുത്രിയായ ഇസബേല്. അതിനെപ്പറ്റി ഒരാൾ പറഞ്ഞ സ്ത്രീധനം കൊടുത്ത കൂട്ടത്തിൽ 400 പ്രവാചകന്മാരെയും കൊടുത്തെണ്ണ. 400. പിന്നെ ഇവിടെ ഒരു 450 ഉണ്ടായിരുന്നു. അങ്ങനെ 400, 450, 850. നമ്മുടെ നോട്ടീസിലൊക്കെ പണ്ടുണ്ടായിരുന്നു സ്വദേശീയരും വിദേശീയരുമായ
കർത്തദാസം ഇവിടുന്ന് വന്നതാ. ഇവിടുത്തെ ഒരു 400 ബന്ധം ഒരു സ്വദേശികരും ആണ്. ചുരുക്കി പറഞ്ഞാൽ ശാപ്പാടുമൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോവാൻ വരുന്നു എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞ പല കൊണ്ട് വായിച്ചേ. ശമരിയിൽ ആഹാബിന്റെ അടുക്കൽ വന്നു. ആഹാബ് അവനും കൂടെ ഉണ്ടായിരുന്ന ജനത്തിന് വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അറുത്തു. ഗിലെയാദിൽ രാമോത്തിലേക്ക് തന്നോട് കൂടെ ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു അടുത്തത്. ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവാകുന്ന ആഹാബ് യഹൂദ രാജാവാകുന്ന യഹോശാഫാത്തിനോട് നീ എന്നോടുകൂടെ ഗിലെയാദിൽ രാമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു. നീ എന്നോടുകൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു. അടുത്തത് അവനോട് ഉടനെ അവൻ യഹോശാഫാത്ത് ആഹാബിനോട് പറയുക, ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും ഒരുപോലെ ഇരിക്കുന്നു. എന്താ വ്യത്യാസം? വേർപാടില്ല. ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും ഒരുപോലെ ഇരിക്കുന്നു. പിന്നെന്താ വ്യത്യാസം? ചരിത്രവും രാജ്യവും ഒക്കെ പഠിക്കണം. അവിടെ ദാനിലും ബെഥേലിലും 2 കാളക്കുട്ടി, ഇവിടെ ദൈവാലയം. അവിടെ ജാതീയ പുരോഹിതന്മാര്, ഇവിടെ ദൈവത്തിന്റെ ലേവി പൗരോഹിത്യം. അവിടെ പെട്ടകമൊന്നുമില്ല, മുഴുത്ത 2 കാള. ഇവിടെ പെട്ടകമുണ്ട്. മന്നായിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളർത്ത് വെട്ടി നിയമത്തിന്റെ കൽപ്പലക, 2 കെറൂബ് മുഖത്തോട് മുഖം ചേർത്ത് നിൽക്കുക. ഷെക്കേന ഇവിടെ ഇറങ്ങുന്നത്. ഇവർക്ക് പ്രമാണമുള്ളവരാ. പ്രമാണമുള്ള ഇവൻ പ്രമാണമില്ലാത്തവനുമായി ബന്ധത കൂടി വെച്ചപ്പോ പറയാ, ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും ഒരുപോലാന്ന്. ഞാൻ പെന്തിക്കോസുകാരുടെ ഒരു കാര്യം പറയാം. പെന്തിക്കോസുകാരോടാ, നീ വേർപാട് പാലിക്കണം. ചുമ്മാ കയ്യും കൊട്ടി പാട്ടും പാടി നടക്കാൻ നടന്നിട്ടൊന്നും കാര്യമായില്ല. വേർപാട് പാലിക്കണം. നാം വ്യത്യസ്തരാ. അങ്ങനെ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇസ്രായേലിനെ പറ്റി പറയുന്നത് ശ്രേഷ്ഠ ജാതി. ഇതുപോലെ ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഇതാ തനിച്ചു പാർക്കുന്ന ജനം. അങ്ങനെ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23 ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല. 9-ാം വാക്യം വായിച്ചേ. 23-9 വായിച്ചേ. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നത്. നിങ്ങൾ ജാതികളുടെ മര്യാദ പഠിക്കരുതെന്നാ. അവര് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും കാട്ടുന്നതും കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾക്ക് പാടില്ല. ഇന്ദ്രദേവന്റെ ക്ഷേത്രത്തിൽ നിന്നപ്പോ പൂജാരി സ്തോത്രം ഒരെണ്ണം കൂടെ ഉണ്ടോന്ന് അല്ലേ ചോദിച്ച. ഇതിന് ഇച്ചിരി നിങ്ങളെ കുറവാ, ഇച്ചിരി നിങ്ങളെ ഉള്ളത്. നമ്മളാണ് അതെല്ലാം ഇട്ട ഉടനെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ. ദൈവത്തിന് മഹത്വം. വേർപാടാ. അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല, നിങ്ങൾക്ക് മനപ്രയാസവും വരും. അതുകൊണ്ടാണ് ദൈവം ഇപ്പം തന്നെ പലർക്കും ഓൾറെഡി ഞാൻ കണ്ട് മനപ്രയാസത്തോടായിരിക്കുന്നു. ഇപ്പം ചൊല്ലി എന്തിക്കാ ദൈവമേ ഇന്ന് വരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നെന്ന്. ആട്ടെ, ഇത് വേർപാടിന്റെ ഉപദേശമാണ്. ഇതാ തനിച്ചു പാർക്കണ ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടരുത്. അതുകൊണ്ടല്ലയോ എസ്തേറിന്റെ പുസ്തകം 3:8 വായിച്ച് ഇതിനോട് ചേർത്ത് ഹാമാനോടും മൊർദെഖായിയോടും ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവിടെ ദൈവജനത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. ഒത്തിരി ഇല്ല. അവിടെ ഇവിടെയൊക്കെ മണർകാട്ടൊരു 5 കുടുംബം, 8-ാം മൈലിലൊരു 5 കുടുംബം, വെള്ളൂരൊരു 10 കുടുംബം, പാമ്പാടിലൊരു 20 കുടുംബം ഇച്ചിരി ഉണ്ട്, കോത്തലയിൽ 5, ചെന്നാമറ്റത്തൊരു 3, പുതുപ്പള്ളിയിലെ 5-8 കുടുംബം ചിന്നിച്ചതറി കിടക്കുക. ഒത്തിരി ഇല്ല.
അഹശ്വേരോശ് രാജാവിനോട് പറയുക, ഹാമാൻ, നിന്റെ സകല രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി, വേറൊരു ജാതി, അതൊരു ജാതിയാ. നമ്മൾ പാടുകല് ഇതുപോലൊരു ജാതിയാ, ഒരു ജാതി ചിന്നിച്ചെതറി കിടക്കുന്നു. അടുത്ത പദം വായിക്കേ. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. അവര് ധരിക്കുന്നതെല്ലാം നമ്മളും ധരിക്കുന്നു, അവര് ചെയ്യുന്നതല്ല. അവിടെ വെടിയും ഇവിടെ ഇടിയും. മിണ്ടുന്നില്ല. അവിടെയും തെറി പറയുന്നവരുണ്ട്. ഇവിടെ സ്റ്റേജിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്, പൊതുവില്ല. അവിടെയും തല്ലുണ്ടാക്കുന്നവരുണ്ട്, നമ്മുടെ ഇടയിലും ഉണ്ടെന്ന്. എന്നുള്ളൊരുത്തം പറഞ്ഞു, ഞാൻ അവൻ്റെ ക്ലിത്തായിക്ക് പിടിച്ചെന്ന്. സ്ഥലം എവിടാന്ന് എനിക്കറിയാൻ മേല. അവൻ പറഞ്ഞത് ഞാൻ അതുപോലെ പറഞ്ഞു. ഞാൻ പിന്നെ അവനോട് സ്ഥലം ഏതാന്ന് ചോദിച്ചില്ല. എന്നോട് പറഞ്ഞതാ. ഒരു കൺവെൻഷന് പോയി, എവിടാന്നൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് യൂറിൻ പാസ് ചെയ്യാൻ ആ സ്ഥലത്തോട്ട് ചെന്നപ്പോൾ ഒരാളെ ഇങ്ങനെ ഭിത്തിയിലോട്ട് പൊക്കുന്നു. കൺവെൻഷൻ്റെ ഇടയില, ഉണർവ് കയറിയതായിരിക്കും. എന്തുവാ വ്യത്യാസം? നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? എടാ, അവൻ തെറി പറയുമ്പോൾ നീ സ്തോത്രം പറയണം. ഇതാ നമ്മുടെ പ്രമാണം. അല്ലാതെ അവനെ നാടൻ തെറി പറഞ്ഞപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരിലെ 2 എണ്ണം അത് പറയും, അതിനൊക്കെ എന്നെ പറഞ്ഞൊന്ന് തോപ്പിക്കാവോ എന്ന്. നിന്റെ പ്രമാണം, അവൻ നിന്നെ തെറി പറയുമ്പോൾ നീ സ്തോത്രം പറയണം. ഞാനിതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്നായി പറയുന്നതും കൂടെ. കുറച്ച് നാൾ മുമ്പ് 3-4 വിദ്വാന്മാര് യേശുവിനെ കാണാൻ ചെന്നതുപോലെ, അവര് ചെന്നതുപോലെ വന്ന്, അയ്യോ എന്തെല്ലാം ഭാഷയാ പറഞ്ഞത്. ഞാൻ മിണ്ടിയില്ല. അങ്ങനെയുള്ള കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് കേട്ടോ. അന്ത്യം വരെ അങ്ങനെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സഭായകം കഴിഞ്ഞപ്പോഴായി വിദ്വാന്മാർ വന്നേ. വരവിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് പിടികിട്ടി. അപ്പം ഞാൻ വളരെ പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ വായിൽ നിന്ന് ഒരു അക്ഷരം പറയാൻ അനുവദിക്കരുത്. ഞാനൊരു മനുഷ്യനാ, അല്ലാതെ ഗബ്രിയേലും മീഖായിലും ഒന്നും അല്ലല്ലോ. മീഖായിലാന്നല്ലേ വിട്ടുകൊടുത്താനും. ഞാൻ ദൈവത്തോട് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, ഒന്നും ഉരിയാടാൻ അനുവദിക്കരുത്. ഇവര് 1, 2, 3, 4, 5 പേരാന്ന് തോന്നുന്നു. വന്ന് ഞാനിങ്ങനെ ഇരിക്കുക. ആ കസാര എടുത്ത് ഞാൻ കാണിക്കാം. കാലും വേദനിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ കസേരയിൽ ഇങ്ങനെ ഇരുന്നു. ഇവർ 5 പേര് നെടുക ഇരിക്കുക. ഇരുന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളായി പറയുന്നത്. ഈ നാടൻ ഭാഷയെ ചെല്ലു പറയുമ്പോൾ കൈയില്ലാത്തവൻ കൈ വെച്ച് കെട്ടി ഇവനെ എല്ലാം തല്ലും. അതുപോലത്തെ ആക്ഷേപവും അപമാനമാണ്. ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് ഈ ഷാളെടുത്ത് ഇങ്ങനെ വെച്ചേച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നു. അക്ഷരം വേണ്ടിയില്ല. 3/4 മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരുന്നു. എല്ലാം കേട്ടുകൊണ്ടിരിക്കുക. അനങ്ങിയില്ല. ഞാൻ ഹൃദയത്തിൽ സ്തോത്രം പറയുന്നുണ്ട്. അപ്പം 3/4 മണിക്കൂറായിട്ട് ഞാൻ പറയാഞ്ഞിട്ട് അതിലൊരുത്തൻ ചോദിച്ചു, നാവിറങ്ങിപ്പോയോ എന്ന്. ഞാനെന്നേരം 39-ാം സങ്കീർത്തനം ഓർത്തു. ഇതൊക്കെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. മിണ്ടിയില്ല. അപ്പം എന്താ ഉദ്ദേശിച്ചത്? എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടി ഇപ്പം എങ്ങനെ കോരെന്നൊക്കെ പിടിക്കുമല്ലോ. അവൻ കുത്തിയിരുന്ന് പുല്ല് പറിച്ചാൽ കിട്ടുകയില്ല. ഇത് കൃപയാ. ഈ കൃപ ദൈവം നിങ്ങൾക്കും തരും. ഒന്നും വേണ്ടിയില്ല. 3/4 മണിക്കൂർ. അപ്പം അവിടെ ഉണ്ടായിരുന്നവർ ചിലർ അടുത്ത് നിൽപ്പുണ്ട്, ചിലർ ദൂരെയൊക്കെ നിൽപ്പുണ്ട്, ചിലർ അത് കഴിഞ്ഞ് ഫോൺ ചെയ്ത്
ഞാൻ ഉടക്കുമെന്നറിയാൻ. ചിലർ മാറി നിന്ന് അഥവാ ഉടക്ക് വരിക എന്നെ കയറി ഉടക്കാൻ. ഇത് ഉടക്കാനുള്ള മാർഗമല്ല. സ്തോത്രം. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടി. പാടിയാ പോരാ. സൗമ്യ സ്വഭാവം പറഞ്ഞു തരുമ്പോൾ കയറി കൊമ്പ് കോർക്കുക എന്ന് വെച്ചിരുന്ന് പാടുന്നതന്നെ മിണ്ടുന്നില്ല. വിശ്വാസി എന്തെങ്കിലും പറഞ്ഞ ഉടനെ കയറി കൊമ്പ് കൊടുത്തു. എനിക്ക് എന്നെ അറിയത്തില്ല. നമ്മളിരുന്ന് പാടുന്നതന്നെ നിൻ സൗമ്യമാം. ചേട്ടത്തി അനിയത്തിയും ചേട്ടനും അനിയനും ഭാര്യയും ഭർത്താവും കൊമ്പ് കോർത്ത് നിൽക്കുക. എന്ന് വെച്ചാൽ സന്ധ്യയാകുമ്പോൾ പാടുക നിൻ സൗമ്യമാം സ്വഭാവം. അല്ല അങ്ങനെ ഉണ്ടേ പാടിക്കോ, ഇല്ലേ പിന്നെ ഞാൻ തന്നെ പാടാം. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ. വൻ പ്രതികൂല മധ്യേ മുൻപോട്ടുയർത്തുവാൻ. വൻ പ്രതികൂല മധ്യേ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ. തിരുമുഖ പ്രകാശം ഞങ്ങൾ സതതം. തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുളി സതതം. അപ്പൊ ശ്രദ്ധിച്ചേ, ഇതാ യേശുവിന്റെ സ്വഭാവം. ഇത് സാധാരണ തിരുമേശയ്ക്ക് പാടും. അടിയുണ്ടാക്കി 2 സഭയായി. അവരും ഇത് തന്നെ പാടുന്നത്. നിൻ സൗമ്യമാ. അത് ബദേല്. ഇപ്പുറം ഇട്ടിരിക്കുന്നത് ഹെബ്രോൻ. ഇവിടെ ഇത് തന്നെ പാടുന്നത് നിൻ സൗമ്യമാ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിഷ്പക്ഷവാദികൾ അന്തം വിട്ട് നിൽക്കുക. നമ്മുടെ മാതൃക യേശുവാ. നീ ഒന്നും മറത്ത് പറയരുത്. അവര് നമ്മളുമായിട്ട് വ്യത്യാസം ഉണ്ടെന്ന്. അവര് കാണിക്കുന്നതെല്ലാം നമ്മൾ കാണിച്ചാൽ പിന്നെ എന്താ വ്യത്യാസം? അതാ ഞാൻ പറഞ്ഞ, അവര് തെറി പറയുമ്പോൾ നീ സ്തോത്രം പറയണം. അവര് നിന്നെ തല്ലാൻ വന്നാൽ നീ ഏൽപ്പിച്ചു കൊടുക്കണം. തല്ലട്ടെ. നമ്മുടെ മാർഗം ഇതാ. ഇതൊന്നും പറയുന്ന ആർക്കും ഇഷ്ടമല്ല. ഇന്ന് രാത്രി നിന്നെ കത്തിക്കും, നിന്നെ അതാ ഇഷ്ടം. ഇതിന്റെ ഉപദേശം ഇതാ. ദൈവത്തിന് മഹത്വം. ആക്ഷേപം പറയും, നിന്ദിക്കും, പരിഹസിക്കും, എതിർത്തൊന്നും പറയരുത്. സ്തോത്രം ചെയ്തോണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണമെന്ന പുസ്തകത്തിലെ പ്രമാണം. ചിലപ്പോൾ സമ്പത്തുകളുടെ അപകാരമൊക്കെ അത് സന്തോഷത്തോടെ സഹിക്കണം. ഈ പ്രമാണത്തിന് വേണ്ടിയാ. നിനക്ക് ലഭിക്കേണ്ടത്, തരേണ്ടത് ചിലപ്പോൾ ഈ മാർഗത്തിൽ വരുന്നത് കൊണ്ട് തടഞ്ഞെന്ന് വരാം. നിരാശപ്പെട്ടു പോകരുത്. സ്വർഗത്തിൽ നമുക്കൊരു സമ്പത്തുണ്ട്, ഉത്തമ സമ്പത്തുണ്ട്. സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിക്കണം. ഇതാണ് നമ്മുടെ പ്രമാണം. ഞാൻ ആ ഭാഗം ഇനി അധികം പറയുന്നില്ല. വേർപാട് കർക്കശമായി പാലിക്കണം. അവർ ചെയ്യുന്ന പോലെ, അവർ പറയുന്നത് പോലെ, അവർ പ്രവർത്തിക്കുന്നത് പോലെ നീ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുകയും ചെയ്യരുത്. നീ ദൈവവൈതല. അത് ഇവരുടെ ന്യായപ്രമാണം മറ്റുള്ള സകല ജാതികളിൽ നിന്നും വ്യത്യസ്തമാ. വാക്യം വായിച്ച ഭാഗം വിട്ടേക്കാം പാസ്റ്ററെ. 3:8 ഒന്നുകൂടെ വായിച്ചു. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചെതറി കിടക്കുന്നു. അടുത്തത് അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളോടും വ്യത്യാസപ്പെട്ടിരിക്കുക. ദൈവമക്കൾ വേർപാട് പാലിക്കണം. കർക്കശമായി വേർപാട് പാലിക്കണം. ശരിക്ക് സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ സ്നാനം നടക്കും. ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കും. ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ വേർപാടിൻ്റെ ഉപദേശമുണ്ട്. ഇതാ ശരിക്കുള്ള ഉപദേശം. അതാണ് സുവിശേഷം. ആ സുവിശേഷത്തിലെ ആദ്യത്തെ പുസ്തകമാ മത്തായി സുവിശേഷം. 4 സുവിശേഷ പുസ്തകങ്ങൾ. ആ സുവിശേഷം യേശു ക്രിസ്തു. അതിലെ ആദ്യത്തെ സുവിശേഷമാ മത്തായി സുവിശേഷം. ഈ പുതിയ നിയമത്തിലെ ആരംഭ പുസ്തകവും അതാ. ഒത്തിരി വിശേഷതകളും പ്രാധാന്യവും പ്രത്യേകതയും മത്തായി സുവിശേഷത്തിനുണ്ട്. കാരണം മറ്റ് 3 പേരും രേഖപ്പെടുത്താത്ത 1-2 കാര്യങ്ങൾ മത്തായി സുവിശേഷത്തിലുള്ളു. അതിലൊന്ന് വിദ്വാൻമാർ വന്ന കാര്യം മറ്റ് 3 പേരും പറഞ്ഞിട്ടില്ല. അത് മത്തായി സുവിശേഷത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിദ്വാൻമാർ മാത്രമല്ല, നക്ഷത്രം കണ്ട് ആ കാര്യവും മത്തായിയെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റ് 3 പേരും രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിന് മഹത്വം.
അപ്പോൾ ഇങ്ങനെയുള്ള ചില വിശേഷതകൾ മത്തായി സുവിശേഷത്തിനുണ്ട്. മാത്രമല്ല മത്തായി സുവിശേഷം നിങ്ങൾ മൊത്തം പഠിച്ച് ഈ പഴയ നിയമത്തിലെ, സങ്കീർത്തനത്തിലെ, പ്രവചന പുസ്തകത്തിലെ, ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങൾ ധാരാളം ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട് മത്തായി സുവിശേഷത്തിൽ. കാരണം ഇത് യഹൂദനെ ഉന്നം വെച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് യഹൂദന് ന്യായപ്രമാണത്തിലെ, സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ എടുത്ത് കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടെ അംഗീകരിക്കും. അല്ലാതെ പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളുകയില്ല. അതുകൊണ്ട് മത്തായി സുവിശേഷത്തിൽ ധാരാളം പഴയ നിയമത്തിലെ ഉദ്ധരണികളുണ്ട്. എന്നിട്ട് അതിലെ പ്രധാന ഒരു പദമാ നിവൃത്തിയായി. ഇന്ന് ഈ തിരുവെടുത്ത് നിവൃത്തിയായി ധാരാളം വാക്യങ്ങൾ നിവൃത്തിയായി. അപ്പൊ തിരുവെടുത്തുകൾ എടുത്ത് തെളിയിച്ച് കഴിയുമ്പോൾ ഇത് യഹൂദൻ അംഗീകരിക്കും. അവന് ന്യായപ്രമാണം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മത്തായി വളരെ സൂക്ഷിച്ച് തിരുവെടുത്തുകൾ ഓരോന്നോരോന്ന് തെളിയിച്ചത്. ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വിഷയത്തിൽ, ഇതെല്ലാം യിരെമ്യാവിലെയും അതുപോലെ തന്നെ മീഖാ പ്രവചനത്തിലെ വാക്യങ്ങളെല്ലാം എടുത്ത് തെളിയിച്ച് എന്നിട്ട് പറയാ ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നു, നിവൃത്തീകരിക്കണം. മത്തായി സുവിശേഷത്തിന്റെ വിശേഷതയാണ്. മാത്രമല്ല മത്തായി സുവിശേഷം ആദ്യത്തെ 4 അധ്യായം നിങ്ങൾ പഠിച്ചാൽ, നമ്മൾ 28-18 വായിച്ച അവിടോട്ട് വരാം. ആദ്യത്തെ 4 അധ്യായം പഠിച്ചാൽ 1 വംശാവലി പട്ടികയാണ്, 2 ക്രിസ്തുയേശുവിന്റെ തിരുജനനമാണ്, 3 അവിടുന്ന് സ്നാനപ്പെട്ട വിഷയമാണ്, 4 ആത്മശക്തിയോടെ പോകുകയും പരീക്ഷയെ ജയിക്കുക. പരീക്ഷ എന്തുവാ? ഞാൻ മൈക്കിൽ കൂടെ പറഞ്ഞോട്ടെ. ടെംപ്റ്റേഷൻ, ഇത് ഇംഗ്ലീഷ് പറഞ്ഞു നോക്കിയത് തെറ്റിയില്ലല്ലോ. അപ്പോൾ 1-ാം അധ്യായത്തിൽ അവിടുത്തെ വംശാവലി, 1-ന്റെ ബാക്കി 2-ാം അധ്യായം അവിടുത്തെ തിരുജനനം, 3-ാം അധ്യായത്തിൽ തിരുസ്നാനം, 4-ാം അധ്യായത്തിൽ ആത്മശക്തിയോടെ പുറപ്പെടുകയാ. അപ്പോൾ തന്നെ പരീക്ഷകളെ അതിജീവിക്കുക. അല്ല, നമ്മോട് ബന്ധപ്പെട്ടൊന്ന് ചിന്തിച്ചേ. 1-ാം അധ്യായം ജനനമാ, വീണ്ടും ജനനം, അതാദ്യം നടക്കണ്ടേ. അത് കഴിഞ്ഞാൽ പിന്നെ സ്നാനമാ, അത് കഴിഞ്ഞാൽ ആത്മശക്തിയാ. ഓർഡർ അതാ. അത് കഴിഞ്ഞ് പരീക്ഷയാ. ഈ പരീക്ഷ കഴിഞ്ഞ് ആ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്, പരീക്ഷയെ ജയിച്ചു. അത് കഴിഞ്ഞ ഇന്ന് ചിലർ ശുശ്രൂഷയ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുക, ഒറ്റ രാത്രി കൊണ്ട് പാസ്റ്റർ ആകുക. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. നേരം വെളുത്തമ്മ മീശയെല്ലാം മേടിച്ച് പുൽക്കൈ ഇട്ടുണ്ട് പാസ്റ്റർ ഇന്നലെ കിടന്നപ്പോൾ കൂടെ രാത്രിയിലായതാണ്. ഇതെന്നതാന്ന് പോലും ചിലതിന് വെളിവില്ല. വായിക്കാൻ അറിയാൻ മേല, ശുശ്രൂഷ ചെയ്യാൻ അറിയാൻ മേല, പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേല, നിർത്താൻ അറിയാൻ മേല, ആശീർവാദം അറിയാൻ മേല, ഒരു സന്ദർഭോചിതമായിട്ടൊരു പാട്ട് പാടാൻ അറിയാം. പാട്ട് പിന്നെ എല്ലാവർക്കും അത് അത്ര ഒക്കത്തില്ല. അത് പോട്ടെ, പ്രബോധിപ്പിക്കാൻ എന്തോ ബുദ്ധിമുട്ടാണ്. എല്ലാം അങ്ങ് പാഷ്. ഇതിനെല്ലാം ഓർഡറുണ്ട്. ഇപ്പം പണ്ടൊക്കെ ബൈബിൾ സ്കൂളിൽ പോയി 2-3 കൊല്ലമൊക്കെ പഠിക്കും. ഇപ്പം അതും വേണ്ട. ഓൺലൈൻ പാസ്റ്റർ. നാളെ അറിഞ്ഞ് ഗൂഗിൾ പാസ്റ്ററാണ്. ആയിക്കോട്ടെ, ഒത്തിരി പാസ്റ്റേഴ്സാണ്. ഗൂഗിൾ പാസ്റ്റർ, ഓൺലൈൻ പാസ്റ്റർ, പിന്നെ ഫേസ്ബുക്ക് പാസ്റ്റർ, യൂട്യൂബ് പാസ്റ്റർ, ഒത്തിരി. ഏതാ? അയ്യോ, യേശുക്രിസ്തുവിന്റെ മാതൃക. അപ്പൊ 1, 2, 3, 4, 4-11 വരെ പഠിക്കുമ്പോൾ വംശാവലി, അവിടുത്തെ തിരുജനനം, സ്നാനം, ആത്മശക്തിയും പരീക്ഷയും. 5, 6, 7 അധ്യായം ഉപദേശങ്ങളാണ്. 5, 6, 7 ഉപദേശമാണ്. ഗിരിപ്രഭാഷണം, പർവ്വത പ്രസംഗം എന്നൊക്കെ പറയും.
9ഉം 10ഉം ഒക്കെ അങ്ങോട്ട് പഠിച്ചേ. ആ ഉപദേശിച്ച കാര്യം ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഉപദേശിച്ച കാര്യം, ഈ ഉപദേശം പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും കൂടെ ഉണ്ടെങ്കിൽ എഫക്റ്റാ. കുറച്ചുകൂടെ നല്ലതാ. കുറച്ചുകൂടെ നല്ലതെന്നല്ല, നല്ലതാ. സ്നേഹിക്കണം സ്നേഹിക്കണമെന്ന് ഞാൻ സ്റ്റേജിൽ നിന്ന് പറയാം, മുഴുവൻ ആൾക്കാരോട് ഉടക്കാം, എഫക്റ്റ് ആകുകയില്ല. വിനയം, താഴ്മ, അത് ജീവിതത്തിൽ ഒന്ന് കാണിച്ചു വെച്ച് പറഞ്ഞേ. ഒത്തിരി മസിൽ പിടിക്കണ്ട, ജനഹൃദയങ്ങളിൽ അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. മത്തായി സുവിശേഷം ആരംഭ സുവിശേഷ പുസ്തകമാണ്, യഹൂദനോട് ബന്ധപ്പെട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആരംഭ സമയത്ത് വംശാവലി പട്ടിക കൊടുത്തിരിക്കുന്നത്. വംശാവലി, കാരണം ഇവർ വംശാവലി നോക്കിയേ ഇടപെടുകയുള്ളൂ. ആരാ? യഹൂദൻ. നമ്മളിതൊന്നും നോക്കുന്നൊന്നുമില്ല. അവരെവിടെയെങ്കിലും ചെന്നാലും അവരുടെ വംശാവലി വെച്ച വീട്ടുപേര്, നമ്മളെവിടെ ചെന്നുമ്പോൾ അവിടെ ചെന്ന് വീട്ടുപേരെന്നാ, അയ്യോ വീട്ടുപേര് കാരണം അവർ ചോദിക്കും നിങ്ങളുടെ അപ്പറ ആരാ താമസിക്കുന്നത്? അത് വടക്കേ പറമ്പിൽ. എന്നാൽ നിങ്ങൾ തെക്കേ പറമ്പിൽ. അവരിട്ട വീട്ടുപേരാ. അല്ലെ കൊച്ചു വടക്കേതിൽ നിങ്ങൾ അപ്പം മറ്റേതപ്പുറം വലുതാ. അത് വലുതെന്ന് കൊടുക്കണ്ട, അത് വലുതാന്നല്ലോ. അണ്ട ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പണ്ട് പള്ളിക്കൂടത്ത് ചേർക്കാൻ ചെല്ലുമ്പോൾ 5-8 കൊച്ചുങ്ങളെയും കൊണ്ടൊരു തള്ളയാ പോകുന്നത്. അയിലത്തുള്ള കൊച്ചുങ്ങളെയല്ല അവരെ അങ്ങ് പേരിടുന്നത്. അവസാനം 10ാം ക്ലാസ് ആകുമ്പോൾ കഴിഞ്ഞ് സെക്രട്ടറിയോട്ട് ഓടുക അങ്ങോട്ട് തിരുവനന്തപുരത്ത് തന്നെ പേര് മാറ്റാൻ. എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഓർത്തോണം. അത് എന്തായാലും ഒരു കാര്യം പറയാം, യഹൂദൻ വംശാവലി അന്വേഷിക്കും, അത് വെച്ചാ പിടികൂടുന്നത്. അതുകൊണ്ടല്ലയോ ബാബേൽ പ്രവാസം കഴിഞ്ഞ് മടങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ വംശാവലി രേഖ എടുത്ത് അങ്ങോട്ട് അന്വേഷിച്ചപ്പോൾ കുഴച്ചിലായി. ബർസില്ലായിയുടെ പിള്ളേരുടെ വംശാവലി പട്ടിക കാണുന്നില്ല. ആ വാക്യം എടുത്തെങ്കിലും ഒന്ന് വായിച്ചു. സന്ദർഭം വന്നുകൊണ്ടൊന്ന് ഓർപ്പിക്കുക. നിങ്ങൾ ദൈവദാസന്മാർക്ക് ആ ഭാഗം അറിയാമല്ലോ, ഒന്ന് വായിച്ച് സഹായിച്ച വലിയ ഉപകാരം. എനിക്ക് ചിലപ്പോൾ അങ്ങ് മറവിയാ. അറിവുള്ളവർ പിടിച്ചിപ്പോണ്ട്, എന്നാലും ഒന്ന് എടുത്തവരൊന്ന് വായിച്ചു തരും. എസ്രായിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 61 മുതൽ എന്ന് വായിച്ചോ ദൈവദാസനെ. എസ്രാ 2:61 മുതൽ ആയിരേ യോടി. പുരോഹിതന്മാരുടെ മക്കളിൽ ഹബയ്യാവിന്റെ മക്കൾ, ഹക്കോസിന്റെ മക്കൾ, ഗിലയാദ്യനായ ബർസില്ലയുടെ പുത്രന്മാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലയുടെ മക്കൾ, പുത്രിമാരിൽ ഒരുത്തിയെ, ബർസില്ലായുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ചു. അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലായുടെ മക്കൾ. അടുത്തത്, ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടുകിട്ടിയില്ലതാനും. വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടുകിട്ടിയില്ല. പിന്നെ അതുകൊണ്ടവരെ അശുദ്ധരെന്ന് എണ്ണി പൗരോഹിത്യം നീക്കിക്കളഞ്ഞു. ആ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എങ്ങനുണ്ട്? അവരെ അശുദ്ധരെന്ന് എണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ ഇവർ വംശാവലി അന്വേഷിക്കുന്നവരാ. ആ വംശാവലി നോക്കിയപ്പോൾ ഇവത്തുങ്ങളുടെ പേര് അവിടെ കണ്ടില്ല. ഇത് തന്നെയാണ് നെഹമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 62 മുതൽ എന്ന് വായിച്ചു. നെഹമ്യാവ് 7:62 കൂടെ ചേർത്ത് വായിച്ചു. പെട്ടെന്ന്. തോബിയാവിന്റെ മക്കൾ, നെക്കോദായുടെ മക്കൾ ആകെ 642 പേർ. പുരോഹിതന്മാരിൽ ഹോബയുടെ മക്കൾ, ഹക്കോസിന്റെ മക്കൾ, ഗിലയാദിനായ ബർസില്ലായുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ചു കൊടുത്തത്. അവരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെട്ട ബർസില്ലായുടെ മക്കൾ, ഇവർ വംശാവലി രേഖ അന്വേഷിച്ചു, കണ്ടില്ലതാനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി. മതി നമ്മുടെ വിഷയം എന്ന് പറയാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവര് വംശാവലി രേഖ അന്വേഷിക്കുന്നവരായ യഹൂദൻ. കറക്റ്റ് കാര്യം പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അവിടുന്ന് ഒരു അപ്പച്ചൻ വന്നു, ആ അപ്പച്ചൻ്റെ ഒരു ശാഖ അങ്ങോട്ട് പോയി, അതിൻ്റെ ഒരു ശാഖ ഇങ്ങോട്ട്, അതെന്ന് പറഞ്ഞ് അവിടെ ഏക്കുകയല്ല.
കൃത്യമായിരിക്കണം കാര്യം. ഇവർ ബാബേൽ പ്രവാസം കഴിഞ്ഞ് വന്ന് വംശാവലി നോക്കിയപ്പം പേരില്ല. ആ പേരില്ലെങ്കിൽ ഇതൊന്ന് ഏൽപ്പിക്കാനൊക്കെ ആയിരുന്നു. അശുദ്ധരെന്ന് എണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് മാറ്റി. അപ്പൊ ഇവർ വംശാവലി പട്ടിക തിരക്കുന്നത് കൊണ്ട് മത്തായി എഴുതിയപ്പോൾ കൃത്യത്തിന് ആ വംശാവലി അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തുവിന്റെ വംശാവലി അങ്ങനെ പറഞ്ഞു. അപ്പോൾ 1-ാം അധ്യായം ഓടിച്ചു പോകാം. നാളെയും യോഗമുണ്ട്. ഇതിന്റെ ബാക്കി നാളെയാ നാളെ ഇതിന്റെ നാളെ ഉണ്ടല്ലോ അല്ലേ? ആട്ടെ. അപ്പൊ 1-ാം അധ്യായത്തിൽ വംശാവലി രേഖ. ആ രേഖ പഠിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ തിരുജനനം 1-ാം അധ്യായത്തിൽ മനുഷ്യൻ മനുഷ്യനെ ജനിപ്പിക്കുന്നു. ആ 1-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ മനുഷ്യൻ മനുഷ്യനെ ജനിപ്പിക്കുന്നു. എന്നാൽ ക്രിസ്തുവേശുവിന്റെ തിരുപ്പറവിയോട് ബന്ധപ്പെട്ട് പറയുകയാ, അവൻ മനുഷ്യൻ ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാ. ഇതെല്ലാം നമുക്ക് അറിവുള്ള കാര്യമാ. 1-1 മുതൽ ഓടിച്ചൊന്ന് വായിച്ചോ പെട്ടെന്ന്. അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ വംശാവലി. പിന്നെ അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. അത് താഴോട്ട് 15-ാമത്തെ വാക്യം വരെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ ജനിപ്പിക്കുന്നു. എന്നാൽ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി അവൻ അവിടുന്ന് ജനിച്ചതാ. 16-ാം യാക്കോബും മറിയയുടെ ഭർത്താവായ യോസേപ്പിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. ക്രിസ്തുപാലകൻ പദമേ തുണ, ക്രിസ്തുപാലകൻ പദമേ തുണ, ക്രിസ്തുപാലകൻ പദമേ തുണ. അതിന് പിന്നെ പാടാം. ക്രിസ്തുപാലകൻ പാദമേ തുണ, ക്രിസ്തുപാലകൻ പാദമേ തുണ, ക്രിസ്തുപാലകൻ പാദമേ തുണ, നിസ്തുല്യം തവ നാമമേ ജയ, നിസ്തുല്യം തവ ക്രിസ്തുപാലകൻ പാദമേ തുണ, ക്രിസ്തുപാലകൻ പാദമേ തുണ, ക്രിസ്തുപാലകൻ പാദമേ തുണ, നിസ്തുല്യം തവ നാമമേ ജയ, നിസ്തുല്യം തവ നാമമേ ജയ, നിസ്തുല്യം തവ. Mary
உள்ளங்கை கூப்பிதாசர் பணிதீடுமை திருபாதை உள்ளங்கை கூப்பிதாசர் பணிதீடுமை அவனிநாத தேவகனியேனமே அகில லோகநாத குருதேவ தேவ குருதாத வந்தே கிறிஸ்து பாதகன் பரமே துண நிஸ்துயந்தவ நாமமே ஜெய நிஸ்துயந்தவ கிறிஸ்து பாதகன் பரமே துண நிஸ்துயந்தவ நாமமே ஜெய நிஸ்துயந்தவ മമമേ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യനെ ജനിപ്പിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെ. എന്നാൽ 16-ാമത്തെ വാക്യത്തിൽ ഇത് മനുഷ്യൻ ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാ. മാത്രമല്ല, 2-ാം അധ്യായത്തിൽ വരിക്കുമ്പോൾ മനുഷ്യൻ രാജാക്കന്മാരെ ആക്കുന്നു, എന്നാൽ യേശു രാജാവായിട്ട് പറക്കുന്നു. മറ്റു മനുഷ്യരെ ഒരു വ്യക്തിയെ രാജാവാക്കുക. 10-1 വായിച്ചോ. 10-1 ശാമുവേലിന്റെ 1-ാം പുസ്തകം 10-1 മുതൽ വായിച്ചോ. ശാമുവേലിന്റെ 2-ാം പുസ്തകം 2-4 ചേർത്ത്. അപ്പോൾ ശമൂവേൽ തൈലപാത്രമെടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവന്റെ പണ്ടൊരാൾ വായിച്ചവന്റെ തലയ്ക്ക് അടിച്ചെന്ന്. ശൂപാസ് കൃത്യമായിട്ടാ വായിച്ചത്, ബോധമില്ലൊക്കെ വായിക്കാൻ. ഇത് കൃത്യമാ, തലയ്ക്കടിക്കുകയല്ല, തലയ്ക്ക് ഒഴിച്ച്. അല്ല, ചിലതിന്റെ തലയ്ക്ക് പോട്ടെ. അപ്പോൾ ശാമുവേല് തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത് യഹോവ അവകാശത്തിന്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. രാജാവാക്കിയിരിക്കുക. ഇത് മനുഷ്യനെ രാജാവാക്കുക. എല്ലാം എടുക്കാൻ നേരമില്ല. 2-4 വായിച്ച ശാമുവേൽ. അപ്പോൾ യഹൂദാ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദാ ഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഇത് മനുഷ്യരെല്ലാം കൂടെ കൂടി മനുഷ്യനെ രാജാവാക്കുക. എന്നാൽ യേശുക്രിസ്തു രാജാവായിട്ട് പറന്നവനാണ്. 2-1-2 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. അനന്തരം ദാവീദ് അല്ലെന്ന് മത്തായി വിടന്ന് മറ്റേതേ ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. പിന്നെ യഹൂദന്മാരെ രാജാവായി പിറന്നവൻ എവിടെ വന്നു മകർ നിന്ന ഡൂക്കൽ ഭക്തിയോടെ പൊന്നമൂര കുന്തിരിക്കം കാഴ്ച വെച്ചു. വന്നു മകർ നിന്ന ഡൂക്കൽ ഭക്തിയോടെ പൊന്നമൂര കുന്തിരിക്കം കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള മനവനിയും മൂതന്യൻ സന്നിധിച്ചു ഘോഷിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വന്ന് നോക്കുക, രാജാവായിട്ട് പറന്നവൻ എവിടെ? 2-ാം വാക്യത്തിൽ രാജാവായിട്ട് പറന്നവൻ എവിടെ? 4-ാം വാക്യത്തിൽ ക്രിസ്തു എവിടെ? വായിച്ച 4 പെട്ടെന്ന് വായിച്ചോ. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാവരെയും കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു. അപ്പോൾ 2-ാം വാക്യത്തിൽ രാജാവായിട്ട് പറന്നവൻ എവിടെ? 4-ാം വാക്യത്തിൽ ക്രിസ്തു എവിടെ? ഇടയ്ക്ക് കയറി നമുക്ക് എന്തോ സമയം എന്തോ ആയോ? കാണിച്ചു, എന്നെ കൂടെ കാണിക്കുക. തന്നെ കാണാതെ 9:30 നിർത്തും, ബാക്കി നാളെ. പിന്നെ ഒത്തിരി ആയാലും കുഴപ്പമാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, 2-ാം അധ്യായത്തിൽ രാജാവായിട്ട് പറഞ്ഞവൻ എവിടെ? ചോദ്യമാണ്. 4-ാം വാക്യത്തിൽ ക്രിസ്തു ഇന്ന് രാത്രി മറുപടിയുണ്ട്. സ്തോത്രം. അത് 2-ാം അധ്യായത്തിന്റെ 11 വായിച്ചേ. എവിടെ ഉണ്ടെന്ന് അറിയാം, വായിച്ചേ.
ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. യേശു വീട്ടിലുണ്ട്. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ യേശു ഉണ്ടെങ്കിൽ നിന്റെ വീടിന്റെ സകല കെടുതി മാറാൻ പോവാ. യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ യേശുവിനെ ഏറ്റെടുത്ത് നിന്റെ കുടുംബത്തിന്റെ നായകനായി, നിന്റെ ഭവനത്തിന്റെ നാഥനായി ഇന്ന് രാത്രി യേശുവിനെ ഏറ്റെടുത്താൽ നിനക്ക് നിന്റെ കുടുംബത്തിനും രക്ഷയാ. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു മാത്രം രക്ഷകൻ. യേശു വീട്ടിലുണ്ട്. യേശു വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ സംസാരമൊക്കെ അതിന്റെ നിലയിലായിരിക്കണം. നല്ല പ്രയോഗം. ദൈവദാസൻ അതാണ് മൈക്കിലൂടെ പറഞ്ഞേ. അയ്യോ, നല്ല പദം. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു മിക്കപ്പോഴും ചെവിക്കകത്ത് പഞ്ഞി വെച്ചോണ്ടിരിക്കുക. കാരണം അത്ര സാധനമാ. ബെഡ്റൂമിൽ നിന്നും അടുക്കളയിൽ നിന്നും സിറ്റ് ഔട്ടിൽ നിന്നും. ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട്. പുള്ളി കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഈ പാട്ടുകാർ നല്ലതാ, ഇവരൊക്കെ നല്ലതാ, പാട്ടും നല്ലതാ, പാടുകയും ചെയ്യണം. പക്ഷെ നിങ്ങൾ യോജിക്കത്തില്ല. ഒരു കാര്യം പറയാം, ഓർത്തത് കൊണ്ടാണ്. ഈ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് പാസ്റ്റർമാരൊക്കെ ശ്രദ്ധിക്കണം, വിളിക്കുന്നവരെ ശ്രദ്ധിക്കണം. ആശീർവാദം കഴിഞ്ഞ് പിന്നെ ഇതുങ്ങളെ ഇട്ട് പാടിപ്പിക്കരുത്. അതിൻ്റെ കാരണം ഇത് കഴിഞ്ഞൊന്ന് വർത്താനം പറയാൻ പോലും നമ്മൾ ഇവിടെ കിടന്നങ്ങ് അലറുകല്ലേ. ഞാൻ തമാശ പറഞ്ഞതല്ല. ഇതങ്ങ് നിർത്തണം. നിർത്തുകയല്ലേ? ഞാൻ ഇവര് പാടിക്കോട്ടെ. ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ ശുശ്രൂഷ സമയത്ത് സന്ദർഭോചിതമായിട്ട് പാടണമല്ലോ, പാട്ട് വേണമല്ലോ. ഇത് കല്യാണം കഴിഞ്ഞ് ഒന്ന് മിണ്ടാൻ പറ്റുമോ? തള്ളെ കൊണ്ടുവന്ന ഡ്രൈവർ ആഹാരം ചോദിക്കാൻ പോലും ഒക്കത്തില്ല, മിണ്ടാൻ ഒക്കുന്നില്ല. കിടന്നങ്ങ് അലപ്പറ. ഒന്ന് നിർത്താവോ? കല്യാണം തുടങ്ങുന്നതിന് മുന്നേ പാടാൻ തുടങ്ങിയതല്ലേ. ചിലര് പാട്ടുകാർക്ക് ആശ്വാസം വേണമെന്നുണ്ട്, വീട്ടുകാർ സമ്മതിക്കുകയല്ല. എന്നിട്ട് ഇതുങ്ങള് ലാസ്റ്റ് ചെന്ന് എച്ചില് ചോറാ തിന്നുന്നേ. ഇതുങ്ങൾ ചെന്ന് വലിയ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതുപോലെ എല്ലാം പോയി. ഇതുങ്ങളിതെല്ലാം കൂടെ അടുക്കി പെറുക്കി ചെല്ലുമ്പം തുപ്പിയും ഒന്നും ഞാൻ പറയുന്നില്ല. ഇവൻ ഈമ്പിയത് എല്ലും മുട്ട്. നിങ്ങൾക്ക് അനുഭവമില്ലേ? പറ, എന്നെ എങ്ങനെ കുത്തിയിരിക്കുന്നേ? എടേ പറയടേ. ഇതങ്ങ് നിർത്തണം. ഞാൻ ഡേവിഡ് പാസ്റ്റർ തമാശ പറഞ്ഞതല്ല. സംഗീത ശുശ്രൂഷ വേണവർ ആവശ്യമാണ്. നിങ്ങൾക്ക് അനുഭവമില്ല? വല്ലതും മിണ്ടാൻ പറ്റുമോ? പറ. നിങ്ങൾ തന്നെ രണ്ടുപേരും ഇങ്ങനെ പമ്മിയിരിക്കുന്നേ. പറയണം. മിണ്ടാനൊക്കത്തില്ല, സംസാരിക്കാനൊക്കത്തില്ല. പിന്നെ കിടന്ന് ഇങ്ങനെല്ലാം എല്ലാം കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയതുപോലെ. മുദ്ര ഇതിനൊക്കെ കുറച്ച് മര്യാദ വേണം. വേണം, ഇത് അത്യാവശ്യമാണ്. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. അപ്പൊ യേശു ക്രിസ്തു എവിടെ? യേശു നിന്റെ വീട്ടിൽ. യേശുവിനെ വീട്ടിൽ കൈക്കൊള്ളാൻ 5 പൈസ കൊടുക്കണ്ട കേട്ടോ, അര കാശ് കൊടുക്കണ്ട, വഴിയരികെ വെച്ച ഫോട്ടോയും വേണ്ട, കലണ്ടറിലുള്ളതും വേണ്ട. വൃത്തിയുടെ ഒരു കോണി കൊണ്ടുവന്ന് വെച്ചേക്കണമേ. എന്തിന്? യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരണം. ആ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് യേശു ആയിരിക്കണം നിന്റെ വീട്ടിൽ. രാജാവായി പറഞ്ഞവൻ എവിടെ? ക്രിസ്തു എവിടെ? മറുപടി വീട്ടിലുണ്ട്. ആ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ല, വീട്ടിൽ വന്ന കുട്ടിയെയും അമ്മയെയും എല്ലാം കണ്ട് വീണ് വണങ്ങി അവനെ നമസ്കരിച്ചു. യേശു വീട്ടിലുണ്ടെങ്കിൽ ആരാധന ഉയരണം. ആ വീട്ടിൽ ആരാധന ഉയരണം. ദൈവത്തിന് മഹത്വം. തിരുമുൽക്കാഴ്ച വെച്ച് അവിടുത്തെ വണങ്ങി, അവിടുത്തെ നമസ്കരിച്ച്, അവിടുത്തെ മാത്രം ആരാധിക്കണം. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാ. അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. വേറൊന്നിനെ ആരാധിക്കരുതെന്ന ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. കുഞ്ഞാടെ, നീ യോഗ്യൻ.
അപ്പൊ ക്രിസ്തു എവിടെ? ഇന്നത് പറഞ്ഞങ്ങ് നിർത്താം. എവിടെ? ഒന്ന് വീട്ടിലുണ്ടെങ്കിൽ വീടിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. വീട്ടിലുള്ളവരുടെ സംസാരം അങ്ങനെ ആയിരിക്കണം. മുമ്പ് എന്തോ ഭാഷ പറഞ്ഞ പദം ഞാൻ മറന്നുപോയി. നല്ല പദമാ അതിന്റെ സംസാരം. ജീവിതമെല്ലാം അങ്ങനെ ആയിരിക്കണം. യേശു വീട്ടിലുണ്ട്. സ്തോത്രം. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽച്ചുവടും നാൾതോറും പിന്തുടരാം മാതൃകയായി, മാതൃകയായി. ബുദ്ധി പറഞ്ഞു തന്നു, ശക്തി പകർന്നു തന്നു, മുൻപിൽ നടക്കുന്നു അവൻ, മുൻപിൽ നടക്കുന്നു. തന്നാദം കേട്ടുകൊണ്ടു പിൻവേഗമീച്ചിടുന്ന ആനന്ദമാനന്ദം, പരമാനന്ദമാനന്ദം. തന്നാദം കേട്ടുകൊണ്ടു പിൻവേഗമീച്ചിടുന്ന ആനന്ദമാനന്ദം, പരമാനന്ദമാനന്ദം. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരോ നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോ. അപ്പോൾ രാജാവായി പിറന്നവൻ എവിടെ? ക്രിസ്തു എവിടെ? മറുപടി, വീട്ടിൽ യേശു ഉണ്ട്. അവിടുത്തെ വണങ്ങി ആരാധിച്ചോണം. യേശു അവിടെ ഉണ്ട്. 18-20 വായിച്ചേ. മത്തായി 18-20. ഇതെല്ലാം അറിവുള്ള വാക്യമാ, ഓർപ്പിക്കുന്നേ ഉള്ളൂ. എല്ലാം അറിവുള്ള വാക്യമാ. 2-3 പേർ. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഇതെല്ലാം അറിയാവുന്ന. ഞാൻ പറഞ്ഞു അറിയാമല്ലാത്ത കാര്യം പറഞ്ഞിട്ട് എന്നാണ് ഞാൻ? അറിവുള്ള കാര്യമല്ലേ. അറിയാത്ത എല്ലാം കൂടെ പറഞ്ഞേച്ച്. പണ്ടൊരാൾ പറഞ്ഞ വയ്യാത്ത പട്ടി എന്തിനാ കയ്യാല് കയറുന്നെന്ന് ചോദിച്ചവൻ. അറിയാവുന്ന കാര്യം. പിന്നെ കിടന്ന് ഉണ്ടയിടാനും മട്ടം കറങ്ങാനും അറിയാവുന്ന കാര്യം മതി. അപ്പൊ ശ്രദ്ധിക്ക. യേശു എവിടെ? 18-20. 2-3 പേർ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന്. യേശു നമ്മുടെ നടുവിലുണ്ട്. വിശുദ്ധന്മാർ അവിടുത്തെ നാമത്തിൽ എവിടെ കൂടും? അവരുടെ നടുവിൽ യേശുവുണ്ട്. ഇന്ന് രാത്രി അവൻ ഇവിടെ വന്നിട്ടുണ്ട്. മാർത്ത പറഞ്ഞതുപോലെ ഗുരു വന്നിട്ടുണ്ട് നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടിവിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ, നിന്റെ മനോദുഃഖം മാറ്റുവാൻ, മനക്ലേശം മാറ്റുവാൻ, രട്ടടിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുവാൻ, വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ.
വസിക്കുവാൻ ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിലുണ്ട്. രാജാവായി പിറന്നവൻ അവിടെ, ക്രിസ്തു അവിടെ. ഒന്ന്, വീട്ടിലേശു. രണ്ട്, ദൈവമക്കൾ കൂടുന്നതിന്റെ നടുവിലുണ്ട് യേശു. നടുക്കാന്നേ, കിഴക്കല്ലേ. പ്രാർത്ഥിച്ചാട്ടുപദേശി, എന്റെ ബേബി, നിനക്ക് ഇതുവരെ വെളിവുണ്ടായില്ലേ? കിഴക്കും തെക്കും പടിഞ്ഞാറ് വന്നവല്ല, അവൻ നടുവിലാ. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണം. നടുക്ക. രണ്ട്, ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ. 12-ാം വയസ്സിൽ വലിയ പള്ളി ചെന്നപ്പോൾ യാത്രിമാരുടെയൊക്കെ നടുവിൽ, ക്രൂശിക്കപ്പെട്ടപ്പോഴും രണ്ടുപേരുടെ നടുവിൽ, ആകാശത്തിനും ഭൂമിക്കും ഇടയിലായിട്ടാ ദൈവത്തിന് മഹത്വം. മുറിയടച്ചിട്ടപ്പോൾ ശിഷ്യന്മാരുടെ നടുക്ക്, വാതിലടച്ചിട്ടപ്പോഴും നടുക്ക്. സ്തോത്രം, സ്തോത്രം. 7 പൊൻനിലവിളക്കടെ നടുക്ക്. ഇന്ന് രാത്രി അവൻ നടുവിലുണ്ട്. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു. പറന്നു പോകാൻ ഒഴിഞ്ഞു നിന്നിടാ. മാറിടാത്തവൻ സത്യമാ, മാറിടാത്തവൻ സത്യമാ. രാജരാജൻ പറന്നു പോകാൻ ഒഴിഞ്ഞു നിന്നിടാ. മാറിടാത്തവൻ സത്യമാ, മാറിടാത്തവൻ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തു നടുക്കുണ്ട്. ഇന്ന് രാത്രിയും അവിടുന്ന് നമ്മുടെ നാട് ണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവിടെ നിന്ന് രാത്രി നടുവിലുണ്ട്. ഓടിച്ച് ഒരു കാര്യം ഇവിടെ പറഞ്ഞങ്ങ് നിർത്താം. യേശു എവിടെ? നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷവും മത്തായി സുവിശേഷവും ലൂക്കോസും യോഹന്നാനും ഒക്കെ ചേർത്ത് പഠിച്ച് സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. 2 കള്ളന്മാരുടെ
നടുവിൽ, ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ, ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തും എന്ന് പറഞ്ഞാൽ അനുദപിക്കുന്നവനെയും ഏറ്റുപറയുന്നവനെയും ആമൻ സ്വോത്രവും ആമൻ നിലവിളിക്കുന്നവനെയും രക്ഷിക്കാൻ അവരുടെ നടുവിൽ യേശുവുണ്ട്. നാട്ടുകാർ നിന്നെ കള്ളനെന്നും കൊള്ളക്കാരനെന്നും കൊലപാതകനെന്നും ദുഷ്പ്രവർത്തിക്കാനെന്നും കൊള്ളുകയില്ലാത്തവൻ അവൻ എൻ്റെ തെമ്മാടി എന്നൊക്കെ നാട്ടുകാർ നിന്നെ മുദ്രയിടുക. ഇപ്പോൾ ഒരു കുറ്റമുണ്ടല്ലോ, എന്തോ കുറ്റം, എന്നെ എന്തോ കുറ്റം ചുമത്തുമല്ലോ, എന്തോ ഏതാണ്ടൊരു കുറ്റമുണ്ട്, കാപ്പ, അവനറിയാം കാപ്പ, അതാ കാപ്പ, അത് പറഞ്ഞു തന്ന ഉപകാരമായി. എന്തോ കാപ്പ, തെറ്റിയോ? നിന്നെ കാപ്പ കുറ്റം ചുമത്തി വിട്ടിരിക്കുകയായിരിക്കും, നിന്നെ ആർക്കും വേണ്ടായിരിക്കും. ചിലപ്പോൾ നീ പരോളിൽ ഇറങ്ങിയതായിരിക്കാം, വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം നിന്നെ ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് രാത്രി യേശുവിന് നിന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. നീ എത്ര മഹാഭാവിയാന്നേലും എത്ര കൊള്ളുകയില്ലാത്തവനാന്നേലും നിന്നെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, രക്ഷിക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. കള്ളന്റെ യാചന കേട്ടുള്ളി ഞാൻ നീ, കള്ളന്റെ യാചന കേട്ടുള്ളി ഞാൻ നീ, തുല്യമില്ലാതെയോ വന്നേ സദയം ഇതാ വന്നേ നല്ലവനേ സദയം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഇന്ന് രാത്രി ഏത് ദുഷ്പ്രവർത്തിക്കാരനെയും രക്ഷിക്കുവാൻ നടുവിലുണ്ട് യേശു. ഏത് കൊള്ളക്കാരനെയും രക്ഷിക്കുവാൻ യേശു നടുവിലുണ്ട്. ഏത് അധർമ്മം പ്രവർത്തിക്കുന്നവരെയും രക്ഷിക്കുവാൻ യേശു നടുവിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ മത്തായി എഴുതിയേക്കുന്നതെല്ലാം നിവൃത്തിയായെന്ന രണ്ട് കള്ളന്മാരുടെ നടുവിൽ അത് യെശയ്യാ പ്രവചനം 53:12 നിവർത്തിച്ചു. വായിച്ച 12 വായിച്ചു, 53:12 അറിവുള്ള വാക്യമാണ്, എങ്കിലും വായിച്ചു, സന്ദർഭം വന്നുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, പിന്നെ ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും, അവൻ കൊള്ള പങ്കിടും, പിന്നെ അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുകിക്കളയും, അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇട നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ അതിക്രമക്കാരോടുകൂടെ ആ വചനം നിവൃത്തിയായി. അബദ്ധത്തിൽ രണ്ട് കള്ളന്റെ ഇടയിൽ കൂടെ കയറ്റിയതല്ല. വേറെ ആരും ഇടയ്ക്ക് കയറാനില്ല, എന്നാ പിന്നെ യേശുവിനെ ഇടയിലോട്ട് അങ്ങനൊന്നും കയറിയതല്ല, തിരുവെടുത്ത് നിവർത്തിച്ചതാ. യേശു അവിടെ ഒന്ന് വീട്ടിൽ, എവിടെ കൂടി വരുന്നവരുടെ നടുവിൽ, അവിടുത്തെ നാമത്തിൽ. യേശു അവിടെ ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് നിർത്താം, ബാക്കി നാളെ പോരെ. യേശു എവിടെ? ഒരു അറിവുള്ള വാക്യം ഒന്നുകൂടെ വായിച്ചോ. അത് ഇവിടെ പറയാതിരി, അത് ഈ വാക്യം പറയാതെ പോകാൻ ഒക്കത്തില്ല. എവിടെ? ഇവിടെ. പിന്നെ 2:5 തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2:5. യേശു എവിടെ? അത് ഇവിടെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. ദൈവം ഒരുവനല്ലോ, ദൈവം ഒരുവനല്ലോ, മണർകാടുകാരെ, ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അതിവിടെ പറഞ്ഞു കേൾക്കുള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനെ ഇടയ്ക്ക് നിൽക്കുന്നവനാ യേശു. മണർകാടുകാരോട് പറയാ, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. രാജാവായി പിറന്നവനെവിടെ? ക്രിസ്തു എവിടെ? ഇന്ന് രാത്രി ഉറപ്പിക്കട്ടെ, ദൈവത്തിനും മനുഷ്യർക്കും ഇടിവ് നിൽക്കുവാൻ, ഇടയ്ക്ക് നിൽക്കുവാൻ നസറയനാകുന്ന യേശു
ഒറ്റ മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രം, ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തു മാത്രം, ഒരേ ഒരു നായകൻ യേശുക്രിസ്തു മാത്രം, ഒരേ ഒരു രക്ഷാനായകൻ യേശുക്രിസ്തു മാത്രം, ഒരേ ഒരു ജീവനായകൻ യേശുക്രിസ്തു മാത്രം, ഒരേ ഒരു പരിശുദ്ധൻ യേശുക്രിസ്തു മാത്രം, ഒരേ ഒരു യോഗ്യൻ യേശുക്രിസ്തു മാത്രം, ഒരേ ഒരു മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മൾ നടുവിലുണ്ട്. ദൈവം അനുവദിച്ചാൽ ബാക്കി ഭാഗം നമുക്ക് നാളെ അവിടെ നിന്ന് അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. ഇത്രയും നേരം നിങ്ങളെന്നെ സഹിച്ച് ഇരുന്നല്ലോ, അതിന് നന്ദിയുണ്ട്. എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ശുശ്രൂഷകൾക്ക് വേണ്ടിയും കൂട്ടുവേലക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കൂടുതൽ വരുന്നിടത്ത നടുവിൽ, ഏത് മഹാഭാവിയുടെയും നടുവിൽ മധ്യസ്ഥനായി ഞങ്ങളുടെ നടുവിൽ അവിടെ നിന്നുള്ളതിനായി നന്ദിയോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്ത്. മുമ്പേ പാടിയ പാട്ടിന്റെ ഈ 2 അടി പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പെരുക. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു, വേഗം വാനമേഘ പറന്നു പോകാൻ ഒരുങ്ങി നിന്നിടാ. ഓ മാറിടാത്തവൻ സത്യവാ, മാറിടാത്തവൻ സത്യവാ. ഓ നടുവിൽ നടക്കും രാജരാജൻ വരുന്നു, വേഗം വാനമേഘ പറന്നു പോകാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യവാ, മാറിടാത്തവൻ സത്യവാ. തന്നുവല്ലോ നിത്യസേനം തന്നുവല്ലോ. അർപ്പിക്കുന്നു ഞാൻ, സ്തോത്രഗാനം പാടിടുന്നു ഞാൻ. നിസ്തുലനാമേശുവിനെ നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചിടുന്നു. നിസ്തുലനാമേശുവിനെ നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചിടുന്നു. അർപ്പിക്കുന്നു ഞാൻ. നക്ഷത്രം വലങ്കയിൽ പിടിച്ചു 7 പൊന്നില വിളക്കുകൾ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു 7 പൊന്നില വിളക്കുകൾ. രാജരാജൻ വരുന്നു, വേഗം വാനമേഘം പറന്നു പോകാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യവാ, മാറിടാത്തവൻ സത്യവാ. ഓ നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസേകം തന്നുവല്ലോ. ഓ നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസേകം തന്നുവല്ലോ. സ്തോത്രയാഗം അർപ്പിക്കുന്നു ഞാൻ, സ്തോത്രഗാനം പാടിടുന്നു ഞാൻ. നിസ്തുലനാം യേശുവിനെ നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചിരുന്നു. ഓ നിസ്തുലനാം യേശുവിനെ നിർമ്മലനാം കർത്താവിനെ ഓ നന്ദിയോടെ കീർത്തിച്ചിടുന്നു. നിസ്തുലനാം യേശുവിനെ നിർമ്മലനാം കർത്താവിനെ ഓ നന്ദിയോടെ കീർത്തിച്ചിടുന്നു. നിസ്തുലനാം യേശുവിനെ നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചിടുന്നു. അവിടുന്ന് അനുവദിച്ചാൽ നാളെയും നമുക്ക് ഒന്നിച്ചുകൂടി വചനം ധ്യാനിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസരുടെ അനുഗ്രഹമേറിയ തിരുവചനങ്ങൾ ഇത് രാത്രികാലവും കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കേട്ടതായ വചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കേട്ടതുപോലെ ആരെങ്കിലും ഇന്ന് രാത്രികാലം തങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിന് കൊടുക്കുവാൻ, തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ ആരെങ്കിലും തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ തയ്യാറാണ്. മുന്നോട്ട് വരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. ഇവിടെ പ്രാർത്ഥിച്ച് യോഗം സമാപിക്കുകയാണ്. നമ്മുടെ മധ്യയുള്ള ബഹുമാന്യ കർത്താവനദാസൻ പാസ്റ്റർ മാത്യു പി ഡേവിഡ് പ്രാർത്ഥിക്കും. കർത്താവനദാസൻ പാസ്റ്റർ പി ജെ ജോസഫ് അവർ പ്രാർത്ഥിച്ച് ഈ യോഗം ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും ആശീർവാദം പറയുന്നതായിരിക്കും. ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥ ദൈവമേ, അവിടുത്തെ മഹാകരുണയിലും കൃപയിലും ആശ്രയിച്ച് തീരുമാനിക്കപ്പെട്ട മഹായോഗത്തിൻ്റെ 2ാമത് രാത്രിയിലും അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം മഞ്ഞുപോലെ മഴ പോലെ ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അവിടുത്തെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അലങ്കരിച്ചല്ലോ. അങ്ങയുടെ ശ്രേഷ്ഠ അഭിഷേകത്തിനെ ഞങ്ങളുടെ മധ്യ ശക്തിയോടെ ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ ഭാഗങ്ങൾ
ഞങ്ങളുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്തുകയും ആത്മീയ ജീവനത്തിന് ഉന്നമനത്തിന് കാരണമായി ഭവിക്കുകയും ഈ വക്രത നിറഞ്ഞ ലോകത്തിൽ വേർപാട് പാലിക്കപ്പെട്ടവരായി ദൈവകൃപയെ മുന്നേറുവാൻ കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സെൻറ്ററിനെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസനെ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സഹപ്രവർത്തകരെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ ജനത്തെ ഞങ്ങൾ കേട്ടതുപോലെ മഹാസന്തോഷത്തോടെ പറഞ്ഞയക്കണം. കൃപ ഞങ്ങളോട് എല്ലാവരോടും കൂടിയിരിക്കും. മെശിഹാ മൂലം അപേക്ഷിക്കും, കേൾക്കണം പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടേതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഈ മഹായോഗത്തോടും കൂടെ ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.